സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് ഒരു സമാധാനത്തിന്റെ രാവിലെയിലേക്കാണ് പോകുന്നത്. ഒരു സന്തോഷത്തിന്റെ രാവിലെയാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എല്ലാ ലോകരാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാവിലെയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് അല്ലേ. കാരണം പ്രത്യേകിച്ച് 20 നിർദ്ദേശം ട്രംപ് പ്രഖ്യാപിക്കുന്നു. അത് ഹമാസ് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഭാഗികമായിട്ടാണെങ്കിൽ പോലും ഹമാസ് അംഗീകരിക്കുന്നു. വെടിനിർത്തൽ കരാർ ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഭാഗികമായി അംഗീകരിക്കുന്നു എന്നുള്ളൊരു ശുഭവാർത്തയുമായിട്ടാണ് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ട്രംപ് കൃത്യമായൊരു അന്ത്യശാസനം നൽകിയിരുന്നത്. ഞായറാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു റെസ്പോൺസ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പറയുന്നു. ഹമാസ് ഭാഗികമായി അംഗീകരിക്കാൻ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാം എന്നുള്ളത് ഹമാസ് പറയുന്നുണ്ട്. ഭാഗികമായിട്ടാണ് അംഗീകരിക്കുന്നതെങ്കിൽ പോലും കൃത്യമായ വിശദീകരണം അതുമായി ബന്ധപ്പെട്ടൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ സമാധാനപൂർവ്വം ഒരു രാവിലെയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്നൊരു വലിയ പ്രത്യാശയിലോടുകൂടി തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇസ്രായേലിൻ്റെ ഓഫീസിൽ നിന്നും ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതും തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ട്രംപ് നൽകിയൊരു നിർദ്ദേശം, ഇസ്രായേലിന് നൽകിയൊരു നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള യുദ്ധം അവസാനിക്കണം എന്നുള്ളത് തന്നെയാണോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഓഫീസിൽ നിന്നും ഒരു 2 വരി ട്രംപിലേക്ക്, അമേരിക്കയ്ക്ക് അയക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തത്. എന്തായാലും അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ രാവിലെയാണ് ഇന്ന് പുലരുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മാത്രമല്ല കേരളത്തിലേക്ക് വരുമ്പോഴേക്കും ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ളൊരു വലിയ ചോദ്യം നിൽക്കുകയാണ്. ഓണം ബമ്പർ 25 കോടി രൂപ ആദ്യത്തെ സമ്മാനം. എല്ലാവരും ടിക്കറ്റൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും അല്ലേ. കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ വരേണ്ടതാണ്. പിന്നീട് കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ മാറി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അത് തള്ളി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഇന്നാണ് ആ ഭാഗ്യശാലി ആരാണ് എന്നുള്ളത് ഇന്നറിയാം. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ധനപ്രതിസന്ധി രൂക്ഷമായി മാറുന്നതാണ്. ഷട്ട്ഡൗൺ 3-ാം ദിവസത്തിലേക്ക് നീളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ പലവിധ രീതിയിലേക്ക് മാറുന്നുണ്ട്. രാഷ്ട്രീയ തർക്കം ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും തമ്മിൽ ഇപ്പോഴും വളരെയധികം ശക്തമായിട്ട് തന്നെ നിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ പല രീതിയിലും നമ്മൾ ഇൻ്റർനാഷണൽ വാർത്തയിലും കേരളത്തിലേക്ക് വരുമ്പോഴുണ്ട്. അതോടൊപ്പം തന്നെ ലാലേട്ടന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയതിനു ശേഷം സർക്കാർ ഇന്ന് ആദരിക്കുകയാണ്. വൈകുന്നേരം തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആ ചടങ്ങ് നടക്കുന്നത്. പാസ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. സൗജന്യമാണ്. പക്ഷേ അത് വലിയൊരു എന്താ പറയുക, ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു ഞെട്ടലൊക്കെ ഉണ്ടാക്കുന്നതാണ്. കാരണം പാസ് ഇല്ലാതെയൊക്കെ വരുമ്പോഴേക്കും ആളുകളുടെ തിരക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ തന്നെ TVKയുടെ റോഡ് ഷോയൊക്കെ ബന്ധപ്പെട്ട് കണ്ടതാണ്. 41 മരണങ്ങളാണ് സംഭവിച്ചത് സ്റ്റാമ്പേഡുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ തിരക്ക് വർദ്ധിക്കാനൊരു സാധ്യതയും കൂടിയുണ്ട്. അതെല്ലാം രീതിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുള്ളൂ ആൾക്കൂട്ടത്തുമായി ബന്ധപ്പെട്ടൊക്കെ. എന്തായാലും അങ്ങനെ പല വാർത്തകളൊക്കെ തന്നെയാണ് നമുക്ക് രാവിലെ കവർ ചെയ്യാനുള്ളത്. എന്തായാലും ആദ്യം നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. വെടിനിർത്തൽ കരാർ ഭാഗികമായി അംഗീകരിച്ച ഹമാസ്. ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കും. സ്വാഗതം ചെയ്ത് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ വെടിനിർത്തണമെന്ന് ആവശ്യം. അമേരിക്കയിൽ ധനപ്രതിസന്ധി രൂക്ഷം. ധനാനുമതി ബില്ല് വീണ്ടും പരാജയപ്പെട്ടു. സെനറ്റിൽ നാളെ വീണ്ടും വോട്ടെടുപ്പ്. ഷട്ട്ഡൗൺ 3-ാം ദിനത്തിലേക്ക്. ആ ഭാഗ്യവാനെ ഇന്നറിയാം. തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 1 മണിക്ക്. 1-ാം സമ്മാനം 25 കോടി രൂപ. അച്ചടിച്ചത് 75 ലക്ഷം ടിക്കറ്റുകൾ. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്തേക്കും. സ്വർണത്തിന്റെ തൂക്കം കുറഞ്ഞതിലും പീഠം കാണാതായതിലും വ്യക്തത തേടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാടുകളും അന്വേഷിക്കും. ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന വിലയിരുത്തലിൽ ദേവസ്വം വിജിലൻസ്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് കേരളത്തിന്റെ ആദരം. മലയാളം വാനോളം ലാൽ സലാം പരിപാടി വൈകിട്ട് 5-ന് തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പാറ്റ്നയിൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് സൂചന. ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ് രാവിലെയിലേക്ക്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സമാധാനത്തിന് വഴി ഒരുങ്ങുകയാണ്. അത് തന്നെയാണ് ലോകം കാത്തിരുന്ന വാർത്ത. ലോകരാജ്യങ്ങൾ കാത്തിരുന്ന വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കിടക്കുന്നത്. ഒടുവിൽ ഗാസയിൽ സമാധാനത്തിന് വഴി ഒരുങ്ങുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന കരാറിനോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചതോടെയാണ് ഗാസ സമാധാനത്തിന്റെ വഴിയിലേക്ക് എത്തിയത്. ബന്ദികളെ വിട്ടു നൽകാൻ ഒരുക്കമാണെന്നും അതിനുള്ള ചർച്ചകൾ ആരംഭിക്കാമെന്നും ഹമാസ് പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ അറിയിച്ചു. പിന്നാലെ ഇസ്രായേലിനോട് വെടിനിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനവും വന്നിരിക്കുകയാണ്.
അഭിലാഷ് ചേരും കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിലാഷ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന വാർത്ത, ഏകദേശം 2 വർഷത്തിലായി 66,000-ലധികം പേരുടെ ജീവൻ എടുത്ത ഒരു യുദ്ധം, അപ്പോൾ അതിലേക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു വലിയ വെളിച്ചം തുറന്നിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നിലപാട്, ട്രംപിൻ്റെ ഭാഗത്തു നിന്നും കർശനമായ ഒരു താക്കീത് ഹമാസിലേക്ക് വരുന്നു. ഹമാസ് ഭാഗികമായിട്ടാണെങ്കിലും സമാധാനം പുലരാമെന്ന് തന്നെ ഒരു വാക്ക് നൽകുന്നു. ഇസ്രായേലിനോടും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു 2 വരി വൈറ്റ് ഹൗസിനും ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഹമാസിന്റെ പക്കൽ ഏകദേശം 48 ബന്ദികളോട് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 20ഓളം പേർ ജീവനോടെ ഉണ്ട് എന്നതും മനസ്സിലാക്കുന്നു. അവരെയും തിരികെ ഇസ്രായേലിലേക്ക് നൽകാമെന്നും ഹമാസ് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സമാധാനം പുലരുന്നു എന്ന് തന്നെ വേണം കണക്കാക്കാൻ, അല്ലേ അഭിലാഷ്? ഹരി പറഞ്ഞതുപോലെ 2 വർഷങ്ങൾക്ക് ശേഷം ഇനി 3 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഗാസയിൽ നടക്കുന്ന ആക്രമണത്തിന് 2 വർഷം തികയാൻ ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഗാസയിൽ സമാധാനം പുലരാൻ പോകുന്നു എന്നുള്ള വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന, വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇന്നലെ രാത്രിയോടെ ഹമാസ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 21 പോയിന്റുള്ള സമാധാന കരാർ ഭാഗികമായെങ്കിലും അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഞായറാഴ്ചയ്ക്കുള്ളിൽ സമാധാന കരാർ അംഗീകരിക്കണം, അതായിരുന്നു ഹമാസിന് നൽകിയ അവസാന തീയതി. അതിനുള്ളിൽ സമാധാന കരാർ അംഗീകരിച്ചില്ലെങ്കിൽ, അതിൽ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഗാസയിലും ഹമാസിനും ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെയാണ് ശനിയാഴ്ച തന്നെ ഇത്തരത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമാധാന കരാർ അംഗീകരിച്ചുകൊണ്ടുള്ള ഹമാസിന്റെ നിലപാട് പുറത്തു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ദികളെ കൈമാറാൻ ഒരുക്കമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ഹമാസ് തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിനെയും അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളെയും ഗാസയുടെ സമാധാനത്തിനൊപ്പം നിന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും ഹമാസ് തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഗാസയിൽ പുതിയ ഒരു ഭരണകൂടം വരുമ്പോൾ, ഭരണ നേതൃത്വം വരുമ്പോൾ അവരെ ഏൽപ്പിച്ച്, ഗാസയുടെ ഗവേണൻസ് അവരെ ഏൽപ്പിച്ച് മാറി നിൽക്കാൻ, ഗാസയുടെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് കൂടി ഒരു നിർണായകമായ പ്രഖ്യാപനം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും ഈ ഹമാസിന്റെ സ്റ്റേറ്റ്മെന്റിൽ പുറത്തു വന്നതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ഗാസയിൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഗാസയിലെ ആക്രമണം അവസാനിപ്പിച്ച് ബന്ദികളെ വിട്ടു നൽകാനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഒരുക്കണമെന്നാണ് ഇസ്രായേലിനോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഗാസയിലെ സമാധാനത്തിന് വേണ്ടി ചർച്ചകൾക്കൊപ്പം നിന്ന എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും തൻ്റെ വലിയ നന്ദിയും ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നുണ്ട്. ഒരുപാട് ചർച്ചകൾ നടന്നു, ഒരുപാട് കഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ. അതിൽ 21 പോയിന്റുള്ള ഒരു സമാധാന കരാർ മുന്നോട്ട് വയ്ക്കാൻ തനിക്ക് കഴിഞ്ഞു. അതിന് തന്നെ സഹായിച്ചത് ഈ അറബ് ഇസ്ലാമിക് രാജ്യം ഖത്തറും ഈജിപ്തും ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളാണ്. അവർക്ക് എല്ലാം തൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നൊരു ആശംസ കൂടി പങ്കുവച്ചാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിന് പിന്നാലെ ഇസ്രായേലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. പക്ഷേ ഇസ്രായേലിന്റെ പ്രതികരണം ബന്ദികളെ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സൂചിപ്പിച്ചില്ലെങ്കിൽ പോലും സമാധാനത്തിനായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കരാർ രംഗത്ത് വരാനായിട്ട്, അല്ലെങ്കിൽ നിലവിൽ വരാനായിട്ടുള്ള കാര്യങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള ഒരു വരിയാണ് ഇസ്രായേൽ അതിന് വൈറ്റ് ഹൗസിന്റെ പേജിൽ വന്ന ട്വീറ്റിനോട് പ്രതികരിച്ച് ഇസ്രായേലിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും സമാധാനത്തിന് വഴിയൊരുങ്ങുന്നു. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ കൈമാറണമെന്നുള്ളതാണ് സമാധാന കരാറിൽ പറയുന്നത്. അത് പ്രകാരം 48 വരാം. എന്തായാലും വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസും കൂടി ചേരുകയാണ്. മോഹൻ വർഗീസ്, ഈ ഒരു മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ്. ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് പറയുന്നു. ഒരു സമാധാനത്തിന്റെ പാത തുറക്കുന്നു എന്നത് വേണം തന്നെയും ഈ മണിക്കൂറിൽ മനസ്സിലാക്കാൻ. താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സമാധാനത്തിന്റെ പാത തുറക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 72 മണിക്കൂർ സമയം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ദിവസം അതിനുള്ളിൽ തന്നെ തീരുമാനമെടുക്കണം എന്ന കർശനമായ ഉപാധിയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിനോട് അനുരൂപമായ രീതിയിൽ പൂർണ്ണമായി പ്രതികരിച്ചില്ല എങ്കിൽ പോലും ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഹമാസ് ഇപ്പോൾ അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്നു. ഇപ്പോൾ അവശേഷിക്കുന്നത് 48 ബന്ദികളാണ്. അതിൽ 20 പേര് ജീവനോടെ ഉണ്ട് എന്നാണ് കണക്ക്.
അതിന്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനമായി എന്നാണ്. അതോടൊപ്പം തന്നെ ഹമാസ് ഈ പദ്ധതി ഒന്നുകൂടി റീനെഗോഷിയേറ്റ് ചെയ്യണം. ട്രംപിന്റെ 21 സമാധാന പദ്ധതി റീനെഗോഷിയേറ്റ് ചെയ്യണം. ചില കാര്യങ്ങളിൽ അയൺ ഔട്ട് ചെയ്യേണ്ടതുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്ന ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം ഉടനടി നടക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഹമാസ് പുറത്ത് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഭാവി അഡ്മിനിസ്ട്രേഷനിൽ ഹമാസിന്റെ പങ്കാളിത്തം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചും ഒരു ധാരണ ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തുനിന്നും ആയിട്ടില്ല. കാരണം ഹമാസ് ഗാസ വിട്ടുപോകണം, ഹമാസ് നേതാക്കൾ ഗാസ വിട്ടുപോകണം, മറ്റുള്ളവർക്ക് അവിടെ തങ്ങാം എന്ന ഒരു നിർദ്ദേശം എങ്ങനെ പ്രാവർത്തികമാകും, ഇതെല്ലാം അയൺ ഔട്ട് ചെയ്യപ്പെടേണ്ട ഇഷ്യൂസ് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് ഈ 72 മണിക്കൂർ അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ഇനിയൊരു കടന്നുകയറ്റം, ഇനിയൊരു എസ്കലേഷൻ ഉണ്ടാകുന്നില്ല എന്ന് ഇസ്രായേൽ ഉറപ്പുവരുത്തേണ്ട കാര്യവുമുണ്ട്. അത് മാത്രമല്ല, ബന്ധുക്കൾ സുഗമമായി മോചിപ്പിക്കപ്പെടണമെങ്കിൽ ഇസ്രായേലിന്റെ ബോംബിംഗ് നിർത്തിവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും തത്വത്തിൽ സീസ് ഫയർ അംഗീകരിക്കപ്പെടുന്നു എങ്കിൽ പോലും സീസ് ഫയർ പൂർണ്ണമായി നിലവിൽ വന്നിട്ടില്ല ഈ നിമിഷവും. അത് ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ രണ്ടു ഭാഗത്തും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഖത്തറും ഈജിപ്തും മധ്യസ്ഥത വഹിക്കുന്ന ഈ സമാധാന പദ്ധതിക്ക് വലിയ രീതിയിലുള്ള അറബ് ഇസ്ലാമിക ലോകത്ത് നിന്നുള്ള പിന്തുണയുമുണ്ട്. കാരണം അറബ് ഇസ്ലാമിക ലോകം മുൻപ് ചിതറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ട്രംപിന്റെ 21 പദ്ധതി അറബി ലോകത്തെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ സൈഡ് ലൈനിൽ നിന്നുകൊണ്ട് ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അറബി ലോകത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം ഇതിൽ കാണാനുണ്ട്. അറബികളുടെ ഒരു കയ്യിലേക്ക് ബാറ്റൺ നൽകുന്ന ട്രംപിനെയും കാണുന്നു. അതുകൊണ്ട് ഇവിടെ ലോകരാജ്യങ്ങളെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് അമേരിക്ക പോയി എന്ന ഒരു ഫീലിംഗ് ഇപ്പോൾ വൈകിയെങ്കിലും എത്തുന്നു. മുൻകാലങ്ങളിൽ ഏകപക്ഷീയമായി അമേരിക്ക കൊണ്ടുവരുന്ന പീസ് ഡീലുകൾ ലോകം അംഗീകരിക്കാതെ വരുന്നു, പ്രത്യേകിച്ച് ഇസ്രായേലിന് സ്വീകാര്യമല്ലാതെ വരുന്നു. ഇപ്പോഴത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ അണിനിരന്നിരിക്കുന്നു. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി തന്നെ ഈ പീസ് പ്രോസസ്സിനോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇത് ലോകത്തിന്റെ ഒരാവശ്യമായി വന്നിരിക്കുന്നു. അതെല്ലാം ഗവൺമെന്റുകളുടെ കാര്യം. ഇനി നോക്കൂ, ലോക മനസാക്ഷിയുടെ കാര്യം തന്നെ നോക്കൂ. ലോകത്തെ പൊതുജന അഭിപ്രായം ഉണരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന യാത്ര, ഗ്ലോബൽ ഫ്ലോട്ടില. അപ്പോൾ ഗ്ലോബൽ ഫ്ലോട്ടില ഇപ്പോൾ നീങ്ങി ഇസ്രായേലിന്റെ ഗാസ തീരം വരെ എത്തുകയും ആ ബോട്ടുകൾക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാൻ, അതിലെ ആളുകൾക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടു എങ്കിലും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എങ്കിൽ പോലും അത് ഉയർത്തിയ ഒരു തരംഗം വളരെ വലുതാണ്. അത് ലോക മനസാക്ഷി തങ്ങളോടൊപ്പമുണ്ട് എന്ന് പലസ്തീനിയൻ ജനത വിശ്വസിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് ഇത് ഗാസയുടെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഒരു സിമ്പിൾ ഫോർമുല ആദ്യഘട്ടത്തിൽ തോന്നാമെങ്കിലും വിശാലമായ അർത്ഥത്തിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ വെസ്റ്റ് ഏഷ്യയിലെ ശാശ്വതമായ പ്രശ്ന പരിഹാരത്തിന് ഒരു ദ്വിരാഷ്ട്ര ഫോർമുല തന്നെ ആവശ്യമാണ്. മുൻപ് 1993-ലും 1995-ലുമുള്ള ഈ ഓസ്ലോ കരാറിന്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട്, അത് മാത്രമല്ല മുൻപ് തന്നെ 1948-ൽ തന്നെ സാധ്യമാകേണ്ടിയിരുന്ന പലസ്തീനിയൻ സ്റ്റേറ്റ് ഇനിയും അധികം വൈകരുത് എന്ന ഒരു ചിന്ത ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലുണ്ട്. അത് പരമാവധി വൈകിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒരു ചിന്തയാകാം. അതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുകയും തൽക്കാലത്തേക്കെങ്കിലും ഒരു സമാധാനം വരികയും അങ്ങനെ പലസ്തീനിയൻ കോസ് എന്നത് പരമാവധി വൈകിപ്പിക്കാൻ സാധിക്കുമോ എന്ന തീരുമാനമാണ്. അല്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന നിലയിൽ എത്തിയപ്പോഴാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നതും അത് ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനായതും ഹമാസിനെ കൊണ്ട് പാർഷ്യലി അംഗീകരിപ്പിക്കാനായതും അതുകൊണ്ട് തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഗാസയിൽ മാത്രമുള്ള ഒരു കാര്യം കൂടിയല്ലല്ലോ. ഈ മിഡിൽ ഈസ്റ്റ് പോലും സമാധാനത്തിനുള്ള ലക്ഷ്യം കൂടി ഇതിലേക്ക് വഴി തുറക്കുന്നു എന്നുള്ളതൊപ്പം തന്നെയാണല്ലോ. പിന്നെ മാത്രമല്ല, നെതന്യാഹുവിനോട് ട്രംപ് തിരിച്ച് ഓഫീസിലേക്ക് എത്തിയതിനു ശേഷം നെതന്യാഹുവിനോട് ഇങ്ങനെ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആദ്യമായിട്ടും കൂടിയാണ് ട്രംപ് പറയുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ 2 പേര് വൈറ്റ് ഹൗസിലേക്ക് ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ തുടർന്നുള്ള നീക്കം എങ്ങനെയായിരിക്കും എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ബന്ദികളെ മോചിപ്പിച്ച് കിട്ടുക, ഹമാസിനെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യുക, ഇസ്രായേലിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സുരക്ഷാ ഭീഷണിയും അവസാനിപ്പിക്കുക. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന നിലയിൽ സുരക്ഷിതമായി നിലനിൽക്കാൻ ഇസ്രായേലിന് കഴിയുക. ഇതാണ് ഇസ്രായേലിന്റെ പ്രാഥമികമായ ആവശ്യം. അതിൽ ബന്ദികളുടെ മോചനം 250ഓളം ബന്ദികളെയാണ് അന്ന് ഒക്ടോബർ 7, 2023 ഹമാസ് കൊണ്ടുപോയത്. അതിൽ പല ഘട്ടങ്ങൾ 2 ഘട്ടങ്ങളിലായി 100-ൽ പരം ബന്ദികളെ മോചിപ്പിച്ചു. പക്ഷെ ബാക്കിയുള്ള വലിയ ഒരു നമ്പർ മരണപ്പെട്ടു. ഇപ്പോൾ അവശേഷിക്കുന്ന 48 പേരിൽ 20 പേരാണ് ജീവനോടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്നത്. ആ 20 പേരുടെ മോചനം സാധ്യമാകുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇസ്രായേൽ തലയുയർത്തി നിൽക്കാൻ സാധിക്കും. അവസാനം
ചെറിയൊരു ബാച്ച് ഓഫ് ബന്ദികളാണെങ്കിലും ആത്യന്തികമായി മോചിപ്പിക്കപ്പെട്ടു എന്നും വിചാരിക്കാൻ സാധിക്കും. രണ്ട്, ഹമാസിന്റെ നിരായുധീകരണം ഇസ്രായേൽ അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യതയില്ല. ഇമ്മീഡിയറ്റ്ലി ഹമാസ് നിരായുധീകരിക്കപ്പെടണം. ഹമാസ് ഒരു ആയുധ സംഘമായി തുടർന്നാൽ അത് ഇന്നല്ല അല്ലെങ്കിൽ നാളെ ഇസ്രായേലിൽ അത് വലിയ പ്രശ്നമായി വരും. അതുകൊണ്ട് നിരായുധീകരണം ഒരു വലിയ അജണ്ടയായി ഇസ്രായേലെ കരുതും. അതുകൊണ്ട് ഇസ്രായേലി ആക്രമണം നിൽക്കണമെങ്കിൽ ഗാസ ആയുധ വിമുക്തമാകണം. അതിന്റെ ഭാഗമായി ഇസ്രായേൽ പിന്മാർക്കം കൂടി ചെയ്തെങ്കിൽ മാത്രമേ നിരായുധീകരണം കംപ്ലീറ്റ് ആവൂ. ഹമാസ് നിലവിലത്തെ സാഹചര്യം എന്തായാലും സമാധാനത്തിന്റെ പാത തുറക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഗാസയിൽ ഒരു പീസ് പ്ലാൻ വരിക എന്നുള്ളതാണ്. അതിൽ ഹമാസ് ഒരു യെസ് പറയുകയാണ് എന്നുള്ളത് വേണം നമ്മൾ കണക്കാക്കാൻ. 2 വർഷത്തിനുള്ളിൽ സംഭവിച്ച 66,000-ഓളം മരണങ്ങൾ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് തന്നെ നീങ്ങുകയാണോ എന്നൊരു ചോദ്യം ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഒരു മറുപടി ലഭിക്കുന്നതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഒരു മറുപടി ഉണ്ടാകുന്നു എന്നുള്ളത് വേണം നമ്മൾ കണക്കാക്കാൻ. എന്തായാലും അഭിലാഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ കൂടി നമുക്കൊപ്പം പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തി. വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറാണ് 20 ദിന പദ്ധതിക്ക് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടില്ലെന്ന് പാർലമെന്റിൽ വ്യക്തമാക്കിയത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ആദ്യം ചർച്ച ചെയ്ത കരടല്ല ട്രംപിന്റെ കരാറെന്ന് ഇഷാഖ് ദാർ അറിയിച്ചു. ഇങ്ങനെ സമാധാനത്തിൻ്റെ പരീക്ഷണം ഒരു ഭാഗത്ത് ഏകദേശം നടക്കുമ്പോൾ ഇനി ഭാഗ്യത്തിൻ്റെ പരീക്ഷണമാണല്ലോ. നമ്മൾ ഈ കേരളത്തിലേക്ക് നേരെ വരികയാണ്. ഒരുപാട് പേർ, ഏകദേശം 75 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഓണം ബമ്പറിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ്, ഇന്ന് ഉച്ചയ്ക്ക് 1 മണി ആവാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ്. രാവിലെ ആഹാരമൊക്കെ കഴിച്ച് ഇപ്പോൾ പലരും ഓഫീസിലൊക്കെ പോകുന്ന നിൽക്കുന്നൊരു ഘട്ടത്തിൽ പോലും എല്ലാവരുടെയും കണ്ണൊക്കെ ഈ 1 മണിക്ക് അടിക്കാൻ പോകുന്ന ലോട്ടറിക്ക് പിന്നാലെ ആയിരിക്കുമല്ലോ. കാരണം 25 കോടി രൂപയാണ് അത് അടിക്കാൻ പോകുന്ന ഭാഗ്യവാൻ ആരായിരിക്കും എന്നുള്ളതാണ്. ഞാൻ എടുത്തിട്ടില്ല ലോട്ടറി, എടുത്തവർ പലരും ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ആ ഒരു ദിവസം നിങ്ങളുടേതാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഇന്നാണ് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. ധനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ നറുക്കെടുപ്പിൽ പങ്കെടുക്കും. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ വിറ്റുപോകാതിരുന്ന പശ്ചാത്തലത്തിലാണ് നറുക്കെടുപ്പ് ഒരാഴ്ച കൂടി നീട്ടിവെക്കുകയും ചെയ്തത്. 75 ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് ആകെ അച്ചടിച്ചത്. ഇന്ന് ഉച്ചവരെ വൻ ടിക്കറ്റ് വിൽപ്പന നടക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാരും ഉള്ളത്. കാരണം അവസാന നിമിഷമാണല്ലോ. അവസാന നിമിഷമാകുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ഒരു തീ ഉള്ളിലുണ്ടാവുന്നത്. എന്നാൽ പിന്നെ ഒന്ന് എടുത്തേക്കാം, ചിലപ്പോൾ എങ്ങാനും അടിച്ചാലോ എന്നൊരു തോന്നലൊക്കെ പലരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്, പ്രത്യേകിച്ച് അവസാന നിമിഷമൊക്കെ ആകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് ലോട്ടറി എടുക്കാൻ പോകുന്ന പലരും ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും വിവരങ്ങളുമായി ഡാൻ കുര്യനും ആജ്ഞ രവീന്ദ്രനും ചേരുകയാണ്. ഡാൻ, ആജ്ഞ, ആദ്യം നിങ്ങളോട് രണ്ടുപേരോടാണ്. നിങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്തോ എന്നുള്ളതൊരു ചോദ്യം ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കണം. ആദ്യം ഞാൻ ഡാനിലേക്ക് പോകാം. ഡാൻ, ഒരാഴ്ച നീട്ടിവെച്ചൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് കാലാവസ്ഥ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഇന്നത്തെ ഒരു ഭാഗ്യവാനേക്കാൾ ഉപരി ലോട്ടറി പല കടകളിലും 14 ജില്ലകളിലെയും ടിക്കറ്റ്, പ്രത്യേകിച്ച് പാലക്കാടാണല്ലോ പലപ്പോഴും പലർക്കുമുള്ളൊരു ഭാഗ്യ ജില്ലയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പാലക്കാട് ടിക്കറ്റുകൾക്കും ഒരു വലിയ ഡിമാൻഡ് ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്ന് വേണോ കണക്കാക്കാൻ? അതായത് ആകെ 75 ലക്ഷം ടിക്കറ്റുകളായിരുന്നു തിരുവോണം ബമ്പർ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ലോട്ടറി വകുപ്പ് അച്ചടിച്ചത്. ഈ ടിക്കറ്റുകൾ പൂർണ്ണമായി വിറ്റുപോകാതിരുന്ന സാഹചര്യത്തിലായിരുന്നു ഒരാഴ്ച കൂടി പ്രതികൂല കാലാവസ്ഥയൊക്കെ തുടർന്ന് ഒരാഴ്ച കൂടെ ഈ നീട്ടിവെക്കുന്നത്, അതായത് നറുക്കെടുപ്പ് നീട്ടിവെക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. പക്ഷേ ആ ഒരാഴ്ച കൊണ്ട് ഈ ഡീലർമാരുടെ കയ്യിൽ നിന്ന് പിന്നീട് ചെറുകിട കച്ചവടക്കാരിലേക്ക് എത്തിയ ലോട്ടറികൾ ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായി വിറ്റഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ലോട്ടറി വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വിറ്റുപോയിരിക്കുന്നത് പാലക്കാട് തന്നെയാണ്. ഏതാണ്ട് 14 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് പാലക്കാട് മാത്രം വിറ്റഴിഞ്ഞിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് തൃശൂരാണ്, അവിടെ 9,37,000 ടിക്കറ്റുകളും. 3ാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് 8,75,900 ടിക്കറ്റുകളും ഏജൻസികൾ വഴി വിൽപ്പന നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് കണക്കുകൾ. ഇത് കഴിഞ്ഞ ദിവസത്തെ കണക്കാണ്. അതിനുശേഷം പുതുക്കിയ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് ഇന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഈ തിരുവോണം ബമ്പറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണീയത എന്ന് പറയുന്നത് 1ാം സമ്മാനമായി 25 കോടി ലഭിക്കുന്നതിനെ പറ്റി മാത്രമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് 2ാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കുന്നു. 3ാം സമ്മാനമായി 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കുന്നു എന്ന പ്രത്യേകതകളൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുവോണം ബമ്പർ ഇങ്ങനെ ഒരു ജനപ്രിയമായി മാറുകയും ജനങ്ങളത്, സാധാരണക്കാരായ ആളുകളത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, പാലക്കാടും വയനാടും ഒക്കെ കഴിഞ്ഞ തവണ ബമ്പർ ലോട്ടറികൾ അടിച്ചപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം, പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിൽ നിന്ന് ഉള്ളവർ ഉൾപ്പെടെ കേരളത്തിലെ പല മേഖലകളിലും എത്തി ടിക്കറ്റുകൾ എടുക്കുന്നത് സാധാരണ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത്
തിരുവനന്തപുരത്ത് പത്മവിലാസം റോഡിലാണ്. ഇവിടെ ഏറെക്കുറെ ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ടിക്കറ്റ് ഇല്ല എന്നാണ് കടയുടമകൾ പറയുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? ടിക്കറ്റുകളുണ്ടോ? ടിക്കറ്റൊന്നുമില്ല. ടിക്കറ്റൊക്കെ ഇന്നലെ തീർന്നു. ടിക്കറ്റ് ഏറ്റവും കൂടുതൽ ഓണം ബമ്പർ വിറ്റത് ഈ വർഷമാണ്. ഏറ്റവും കൂടുതൽ റെക്കോർഡ് സെയിലാണ്. ഇവിടെ എത്ര ടിക്കറ്റുകൾ വിറ്റുപോയി? ഇവിടെ ടിക്കറ്റ് ഒരുപാട് വിൽക്കാൻ ഹോൾസെയിൽ ഉള്ളതുകൊണ്ട് ടിക്കറ്റ് ഒരുപാട്. അത് എല്ലാ കടകളിലും ടിക്കറ്റ് കച്ചവടം ഉണ്ടായിരുന്നു. അത് ഈ ഒരാഴ്ച നീട്ടിയതിന്റെ ഒരു ഗുണം എല്ലാവർക്കും എല്ലാവർക്കും കിട്ടി. അപ്പൊ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ? ഇല്ല, നേരത്തെ ടിക്കറ്റ് കച്ചവടം ഉണ്ട്. 4-ാം തീയതി നറുക്കെടുപ്പ് നേരത്തെ 27-ാം തീയതി ആയിരുന്നു. അന്ന് ടിക്കറ്റ് കച്ചവടം ഉണ്ടായിരുന്നു. ബാക്കി നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് ആ ടിക്കറ്റ് എല്ലാം വിറ്റ് തീർന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് വിറ്റ് തീർന്നു. പിന്നെ ഈ എല്ലാ ഓണ ബമ്പറിനെക്കാട്ടി റെക്കോർഡ് സെയിലാണ്. അടുത്ത എല്ലായിടത്തും അത് തന്നെ ആയിരിക്കും അല്ലേ? ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത് ഇപ്പോഴാണ്, ഈ വർഷം. അതായത് കഴിഞ്ഞ വർഷത്തെ 71 ലക്ഷം മറികടക്കുമായിരിക്കും. 77 ലക്ഷം എന്തായി. അപ്പം എവിടെയാണ് പ്രവചനം വല്ലതും ഉണ്ടോ ഇത്തവണ? എവിടെ നിന്നുള്ള ടിക്കറ്റാ കൂടുതൽ? പാലക്കാടായിരുന്നോ വിറ്റു? പാലക്കാടാണ് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത്. അത് കഴിഞ്ഞ് തൃശ്ശൂര്, അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം. 3-ാം സ്ഥാനമാണ് ട്രിവാൻഡ്രം. അതല്ല, ഏത് ജില്ലയിൽ നിന്നുള്ള ടിക്കറ്റിനായിരുന്നു ആവശ്യക്കാരേറെ? അല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ ജില്ലകളിലെയും ടിക്കറ്റ് ഞങ്ങൾ വിറ്റിട്ടുണ്ട്. തൃശ്ശൂര്, ട്രിവാൻഡ്രം, പാലക്കാട്, ഞങ്ങളെല്ലാ ടിക്കറ്റും പരിചയ വിറ്റിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇനി ടിക്കറ്റ് എടുക്കാൻ വന്നാൽ ഇല്ല? ഇന്നലെ വൈകുന്നേരം ടിക്കറ്റ് എല്ലാം ഒരുപാട് പേര് ടിക്കറ്റിന് വേണ്ടി ഓടിക്കൊണ്ടാണ്. അപ്പൊ ഇതാണ് സാഹചര്യം. അതായത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ലോട്ടറി ഏജന്റാണ് അദ്ദേഹം, ഡീലറാണ്. ഇവിടെ ടിക്കറ്റ് കിട്ടാനില്ല. സമാനമായി സമീപത്തൊന്നും ടിക്കറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നാണ് അറിയുന്നത്. കാരണം ഈ ഒരാഴ്ച കൂടി അധികമായി നീട്ടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയവരോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ടിക്കറ്റ് എടുക്കാൻ കഴിയാതിരുന്നവരോ ഒക്കെ ഓണം ബമ്പർ ടിക്കറ്റ് ഏത് വിധേനയും സ്വന്തമാക്കണമെന്ന ആ ഒരു താല്പര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഓടി നടന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇന്നലെ വൈകുന്നേരത്തോടെ ഓണം ബമ്പറിന്റെ ടിക്കറ്റുകൾ ലഭിക്കാത്ത ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി കാത്തിരിപ്പാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഗോർഖി ഭവനിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് നടക്കുക. ആരാണ് 25 കോടിയുടെ ഭാഗ്യവാൻ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അവിടെ കച്ചവടക്കാരനോട് ഡാൻ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വർഷം ഏറ്റവും കൂടുതൽ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വർഷം കൂടുന്തോറും ഭാഗ്യത്തിന്മേലുള്ള കേരളത്തിലെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെയും ആളുകളുടെ പ്രതീക്ഷകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതായത് ഓരോ വർഷവും വളരെ ഗംഭീരമായ റെക്കോർഡ് ടിക്കറ്റുകൾ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആജ്ഞയിലേക്കും കൂടെ ഞാൻ പോവുകയാണ്. ആജ്ഞ, ടിക്കറ്റ് എടുത്തോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 2, ഭാഗ്യത്തിൽ ആജ്ഞ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്? 3, അവിടെ എങ്ങനെയാണ് സാഹചര്യം? ഹരി, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ടിക്കറ്റ് എടുത്തില്ല. അങ്ങനെ എടുക്കാറില്ല. ഇതുവരെ അങ്ങനെ ഭാഗ്യക്കുറി എടുത്തിട്ടൊന്നുമില്ല. എടുത്തിട്ടില്ല എന്നല്ല, എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ വാങ്ങിച്ചു പോകും. പക്ഷെ അത് നോക്കാറൊന്നുമില്ല. പക്ഷെ ഈ ഭാഗ്യത്തില് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. അത് അത്ര വിശ്വാസങ്ങളൊന്നും ഇല്ല എനിക്ക്. പക്ഷെ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാറുണ്ട്. അത് മാത്രമാണ് ഈ പറയുന്നത് പോലെ ഉള്ളത്. ഹരി ടിക്കറ്റ് എടുത്തില്ല എന്ന് ഞാൻ എടുത്തിട്ടില്ല മാത്രമല്ല എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ 500 രൂപ ഷെയർ ഇട്ട് എടുത്താലോ എന്നൊക്കെ ആലോചിക്കുക. ഇനി സമയമുണ്ട്. ഞങ്ങളിവിടെ ബ്യൂറോയിൽ ആലോചിച്ചിരുന്നു ഷെയർ ഇട്ട് എല്ലാരും കൂടി എടുത്താലോ എന്നൊക്കെ. എന്തായാലും കൊച്ചിയില് ഇപ്പോഴും രാവിലെ 7 മണിയോട് കൂടി കടയൊക്കെ തുറന്നിട്ടുണ്ട്. എന്നിട്ട് ആ തീരുമാനം എന്തായി? എടുക്കാനുള്ള പദ്ധതി ഉണ്ടോ? ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല ഹരി. ഇല്ല, പൈസ ഇല്ല. എന്തായാലും കൂട്ടി ഷെയർ ഒക്കെ ഇട്ട് ഞാൻ 25 കോടി അടിച്ചാലോ സൂപ്പർ ആയിരിക്കും. എന്നിട്ട് നമുക്കൊക്കെ ചെലവ് ചെയ്യാലോ. ഒരുമിച്ച് എടുക്ക്. ഹരി ഗൂഗിൾ പേ നമ്പറൊക്കെ ഹരിക്ക് തരാം. എന്തായാലും അവിടെ എന്താണ് സാഹചര്യം? എന്താണ് കാരണം ഇപ്പൊ നമ്മളിപ്പോ ഡാൻസ് സൂചിപ്പിച്ച പോലെ ഡാൻ ഇപ്പോ അതാ എപ്പോഴും തിരക്ക് കാണാം. രാവിലെയാണ്, ഏകദേശം രാവിലെ 7:22 ആയുള്ളൂ. ഇപ്പൊ തന്നെ നല്ല തിരക്ക് ഉണ്ട്. പ്രത്യേകിച്ച് 1 മണിക്കാണല്ലോ നറുക്കെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ അവസാന മണിക്കൂറുകളാണ്. അപ്പോൾ അതിൻ്റെതായ തിരക്കുകൾ എന്തായാലും സ്വാഭാവികമായി ഉണ്ടാവും. ഇപ്പോൾ ഡാനിന് എനിക്ക് അതാണ് കുറച്ചുകൂടി ഞെട്ടലുണ്ടായത്. അപ്പം അദ്ദേഹം പറഞ്ഞത് തന്നെ ഈ വർഷം റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മലയാളികൾക്ക് ഇങ്ങനെ പ്രതീക്ഷയിൽ മേൽ എപ്പോഴും ഓരോ വർഷം കൂടുന്നോറും ഇങ്ങനെ പ്രതീക്ഷയ്ക്ക് മേൽ ഇങ്ങനെ പിടിവിടുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഹരി, കാരണം 25 കോടി എന്ന് പറയുന്നത് ചെറിയൊരു തുകയുമല്ല. ഒരുപക്ഷെ ഈ മുൻപ് ഭാഗ്യം ലഭിച്ചവരുടെ ലൈഫ് ഏത് തരത്തിലായി മാറി മറിഞ്ഞോ എന്നുള്ള കാര്യമൊക്കെ ബാക്കിയായി നിൽക്കുമ്പോഴും
അത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒക്കെ ജീവിതം മാറ്റിമറിക്കാൻ ആ തുകയൊക്കെ കൊണ്ട് കഴിയും. അതുകൊണ്ട് തന്നെയായിരിക്കും ആളുകൾ കൂടുതൽ ഇത്തരം ഭാഗ്യത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി 500 രൂപയാണെങ്കിലും ചിലരുടെ ഒരു ദിവസത്തെ പകുതി വരുമാനമാണ്. എന്നിരുന്നാൽ പോലും ഭാഗ്യപരീക്ഷണത്തിനൊക്കെ അവർ തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. എന്തായാലും പാലക്കാട് കുറച്ച് നാളുകളായി ഭാഗ്യത്തിനുള്ള സ്ഥലം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ പാലക്കാട് 14,07,100 ടിക്കറ്റാണ് ഇപ്പൊ കണക്കുകൾ പ്രകാരം പാലക്കാട് വിറ്റഴിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത് തൃശ്ശൂരാണ്, 9 ലക്ഷം തൃശ്ശൂരാനുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമാണ് 3ാമത് ടിക്കറ്റുകൾ വിറ്റഴിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ കൊച്ചിയിൽ രാവിലെ നമുക്ക് കാണാം, രാവിലെ തന്നെ ഈ ആളുകളെല്ലാം വന്ന് നമ്മുടെ ഈ ഭാഗ്യക്കുറി കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ അവസാനവട്ട ഇനി 1 മണിക്ക് മുൻപേ എടുത്തു തീർക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, എടുക്കുകയാണ്. അതായത് ടിക്കറ്റ് ഇനിയും ബാക്കിയുണ്ട് പലയിടത്തും. അപ്പൊ അത് തന്നെ, പക്ഷേ ഈ 27-ന് നമ്മൾ ഈ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് മാറ്റിവെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴും അതിനു മുൻപ് തന്നെ മിക്കവാറും എല്ലാവരും എടുത്തു കഴിഞ്ഞിരുന്നു എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. അങ്ങനെയാണ്. എന്താണ് ഒരു സാഹചര്യം, എന്താണ് ഇപ്പോ ഒന്ന് പറയുക? എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം? കച്ചവടം വലിയ കുഴപ്പമില്ല, എങ്കിലും ബമ്പർ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും തർക്കമില്ലാത്ത രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. എന്നാലും ബാലൻസ് ആണ് ടിക്കറ്റ്, കാണുമ്പോൾ അറിയാം. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. കച്ചവടക്കാരെ ഇഷ്ടം വരെ വരുന്നുണ്ട്, എന്നാലും വാങ്ങിക്കുന്നില്ല. എന്നാലും ചെലവുണ്ട്. 27-ാം തീയതിക്ക് ശേഷം കുറച്ച് ദിവസം മാറ്റിവെച്ചല്ലോ, അങ്ങനെയാണല്ലോ ഇന്നത്തേക്കാക്കിയത്. അപ്പോ ഈ അതിനുശേഷം കുറെ കച്ചവടം നടന്നു, കുറച്ച് കച്ചവടമേ നടന്നിട്ടുള്ളൂ. പിന്നെയും ടിക്കറ്റ് ബാലൻസ് ആണ്. കച്ചവടം കുറച്ചാണ് പോകുന്നത്. ഈ ഒരു കടയിലെ സ്ഥിതി അതാണ്. ചേട്ടൻ ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് എടുത്തില്ല. എടുത്തോ? എടുത്തു മേഡം. എടുത്തോ? എവിടുന്നാണ് ചേട്ടൻ? എവിടുന്നാണ്? അവിടെ നിന്ന് എടുത്ത് ജയ്കുമാർ, പാലക്കാട് ടിക്കറ്റ് എടുത്തു. എവിടുന്ന്? ജയ്കുമാർ. ഓക്കെ. വീട് എവിടെയാ? വീട് ആന്ധ്ര മേഡം. ആന്ധ്ര. എന്താണ് ടിക്കറ്റ് എടുക്കാനുണ്ടായ ഒരു സാഹചര്യം? ಪ್ರೈಸ್ എടുക്കുമ്പോൾ നമുക്ക് ಕಷ್ಟ ಪ್ರಾಬ್ಲಮ್ಸ್ ಇದಾವೆ. ಫ್ಯಾಮಿಲಿಗೆ ಏದನ್ನ ಹೆಲ್ಪ್ ചെയ്യാൻ പറ്റും ಅಂತ ರಾಜ್ಯ ಮೇಲೆ ಆಂಧ್ರದಿಂದ, ಬಿಹಾರಿಂದ, ಎಲ್ಲ ಸ್ಟೇಟಿಂದ കേരള പണിക്ക് വരും മേഡം. ഇത് ഒരു കല്ലൂർ ജംഗ്ഷൻ. എല്ലാ പണിക്കാരും ഇവിടുന്ന് സ്ഥലം പണിക്ക് പോകും. ചിലപ്പോൾ ആൾക്കാർ ലാട്ടറി എടുക്കും. അങ്ങനെ ചെയ്യാം മേഡം. കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾക്ക് കൂടുതൽ ഭാഗ്യം കിട്ടുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയാണോ? ആ മേഡം. കഴിഞ്ഞ വർഷം ಮಂಡ್ಯದಲ್ಲ ഒരു ചേട്ട ടൂർ വന്നിട്ട് ടിക്കറ്റ് കൊണ്ടുപോയി അവർക്ക് അടിച്ചു മേഡം. അതവർ ലക്ക് മേഡം. എല്ലാവർക്കും പ്രൈസ് കിട്ടുമെന്ന് അവർ ആശയപ്പെട്ട് ഇവിടെ വരും. അതാണ് ഹരി, കഴിഞ്ഞ തവണയൊക്കെ കേരളത്തിന് പുറത്തുള്ള ആളുകൾ കൂടി ഭാഗ്യം കടാക്ഷിച്ചു തുടങ്ങി എന്നുള്ളത് കൂടി, അതായത് കൂടുതൽ ഇങ്ങോട്ട് അതിഥി തൊഴിലാളികൾ വരികയും അവർക്ക് കൂടുതൽ കേരള സംസ്ഥാന ഭാഗ്യം എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായാലും അവരും അതിനകത്ത് ഇൻവോൾവ് ആണല്ലോ. പക്ഷെ അതും ഒരു പ്രതീക്ഷയാണ്. കേരളത്തിനും സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഭാഗ്യം ലഭിക്കുന്നു, അപ്പൊ പിന്നെ ഞങ്ങൾ എടുത്തേക്കാം. അങ്ങനെ അതാണ് ഇപ്പോ ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതാണ് കുറെ ആളുകൾ. ഇതൊക്കെ ഇപ്പൊ കല്ലൂർ ജംഗ്ഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. കൂടുതലും അതിഥി തൊഴിലാളികളാണ് ഇവിടെ രാവിലെ. ശരി, അത് തന്നെയാണ് ആജ്ഞയാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. പക്ഷെ എനിക്കിപ്പോ വളരെയധികം ഇഷ്ടപ്പെട്ടത് ആ ഒരു ആന്ധ്ര ചേട്ടനാണ്. അപ്പോൾ പുള്ളി കൃത്യമായി ഇതിന് പഠിച്ചിട്ടാട്ടോ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ആജ്ഞ ചോദിച്ചപ്പോൾ തന്നെ പാലക്കാട് ടിക്കറ്റാണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം നടക്കുന്ന, അല്ലെങ്കിൽ പലർക്കും വേണ്ടത് പാലക്കാട് ടിക്കറ്റാണ്. അത് തന്നെ പുള്ളി കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വർഷം അടിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ, മറ്റ് സംസ്ഥാനക്കാർക്ക് അടിച്ചത് ഉൾപ്പെടെയുള്ള റിസർച്ച് പുള്ളി കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടെന്നത് വ്യക്തമാണ്. അങ്ങനെ റിസർച്ച് ചെയ്ത് ടിക്കറ്റ് എടുക്കുന്നവരും അങ്ങനെ കുറവൊന്നുമല്ല. പക്ഷേ ഞാനിപ്പോൾ പ്രേക്ഷകരിലേക്ക് ഒരു അതിഥിയെ പരിചയപ്പെടുത്തുകയാണ്. ഈ അതിഥി ആൾ നിസ്സാരക്കാരനല്ല. പ്രത്യേകിച്ച് ലോട്ടറി ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും പുള്ളിയെ നമ്മൾ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. കണ്ണൂർ പഴയങ്ങാടി ഏഴോം സ്വദേശിയാണ് അദ്ദേഹം. പേര് പ്രകാശൻ എന്നാണ്. അപ്പോൾ പ്രകാശനാണ് ഇപ്പോൾ എന്നോട് ചേരുന്നത്. പ്രകാശൻ ഇത്തവണ ഓണം ബമ്പറായിട്ട് എടുത്ത ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 93 എണ്ണമാണ്. ഇത് പ്രകാശൻ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല. കഴിഞ്ഞ തവണ 100 ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രകാശൻ. എന്തായാലും പ്രകാശനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമസ്കാരം പ്രകാശൻ. നമസ്കാരം. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ തവണ 100 ടിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 50,000 രൂപ മുടക്കിയിട്ടുണ്ടല്ലേ കഴിഞ്ഞ കൊല്ലം? അതെ, 100 ടിക്കറ്റ് തരുമ്പോൾ ഒരു ടിക്കറ്റിന് 500 രൂപ വരും. അപ്പോൾ 100 ടിക്കറ്റ് തരുമ്പോൾ 50,000 രൂപ. അങ്ങനെ കല്ലും മണ്ണും ചേർന്നിട്ട് രാവിലോട്ട് 7 മണിക്ക് പണിക്ക് പോയാൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഉച്ചവരെ നാടൻ പണിയെടുത്തിട്ട് ആ പണിയെടുത്ത പൈസ 1000 രൂപ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പോയിട്ട് കല്ല് 2-ാം നിലക്കും 3-ാം നിലക്കും കയറ്റിയ പൈസ. അതിലൊരു തുക മാറ്റി വെച്ചിട്ടാണ് ഞാൻ മദ്യം കഴിക്കില്ല. ആ മദ്യം കഴിക്കുന്ന പൈസ വേറെ മാറ്റി വെച്ചിട്ടാണ്. ആ പൈസക്കാണ് ഞാൻ ഈ ബമ്പർ എടുക്കുക. ബമ്പർ ഇറങ്ങിയ നമ്മളെ
തമ്പുരാന്മാർ പറയും പിന്നെ നിങ്ങളെ കൈനീട്ടം നല്ലതാണ്. ഫസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചിലവാകും. അപ്പോൾ ഒരാളെ കൈനീട്ടം നല്ല. അങ്ങനെ ഞാൻ ഫസ്റ്റിലെടുക്കും. ഒരു ബുക്ക് എടുക്കില്ല, മറ്റേ കണ്ടമാനം എടുക്കുക, ബുക്ക് എടുക്കും. ഇപ്രാവശ്യം ബുക്ക് ഒരു 7-6 ബുക്ക് പഴയങ്ങാടി തമ്പുരാൻ നടത്തി അവിടുന്ന് എടുക്കല്ലോ. കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, പ്രകാശ് ഒരു മിനിറ്റ്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ ഇത്രയും ടിക്കറ്റ് എടുത്തോളൂ, 100 ടിക്കറ്റ് എടുത്തോളൂ, എത്ര രൂപ അടിച്ചു? എന്തെങ്കിലും അടിച്ചോ? അതായത് എന്താണ് സാഹചര്യം, എന്തായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം 100 ടിക്കറ്റ് അതിലൊരു രണ്ടാം സെക്കൻഡ് കിട്ടുന്ന വിചാരിച്ചു. അതിലൊന്നും കിട്ടിയില്ല. ഒരു 5000 കിട്ടി, ഒരു 5000 3,500 കിട്ടി. അതാണ് എൻ്റെ മനസ്സിലുണ്ട്. ഒരു 5000 3,500 6,500 രൂപ കിട്ടിയല്ലേ? 6,500 രൂപ കിട്ടി. 3,000 അത് അത്രേ കിട്ടില്ലോ. അത് ചില ആളെ എൻ്റെ കൈയാണ്ടാ മതി ചേരിപ്പാണ്ടേ പോലെ തയമ്പ്. അപ്പോൾ ചില ആളെന്ന് വെച്ചാൽ പൈസക്കാരെടുത്താൽ പൈസക്കാരെ കടിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ലോട്ടറി എടുക്കുന്ന ആൾക്കും വേണ്ടിയിട്ട് ഇത്രയും ലോട്ടറി എടുത്തിട്ട് ഇന്ന് വരെ ഒരു പൈസ. അത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എൻ്റെ മരുവക്ക് നല്ലൊരു വീടെടുത്ത് കൊടുക്കണം. അത്രയൊക്കെ എൻ്റെ പങ്ങക്കും മരുവക്ക് നല്ലൊരു അടിയിൽ വീടെടുക്കുക. 1 കോടി വരെയും കടിച്ചാൽ മതി. ഫസ്റ്റെങ്കിലും 1 കോടി. അതിൽ പ്രതീക്ഷയില്ല. ഇന്നും നാളെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിപ്പോൾ 93 100 തേഞ്ഞിട്ടില്ല. ഒരു 7 ടിക്കറ്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു 100 ആവില്ലേ? എന്തുകൊണ്ട് 93 നിർത്തിയത്തോണ? 93 കഴിയുമ്പോൾ 7 ടിക്കറ്റ് ഉണ്ടെങ്കിൽ 3,500 വേണം. അതിപ്പോൾ എൻ്റെ കൈമിലില്ല, കുറവാണ്. 2000 രൂപയിൽ പിന്നെ 100 തേക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും പാലക്കാട് ചെന്നൈ പോലെ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളെ അതെ അത് നോക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു ഉച്ചക്കുള്ളിൽ ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ പാടെ ഞാൻ പഴയങ്ങാടി തമ്പുരാൻ ഞാൻ എടുക്കലില്ലൂ സാറേ. അവിടെ നിന്ന് എടുക്കുള്ളൂ. ഹലോ, അവിടെ നിന്ന് എടുക്കുള്ളൂ, അത് തീരുമാനമാണ്. പഴയങ്ങാടി തമ്പുരാൻ ഇന്ന് വരെ എടുത്തില്ലു. അവിടെ നിന്ന് ഞാൻ പിന്നെ 6 ബുക്ക് എടുത്തു. പിന്നെ 60 ടിക്കറ്റ് ബുക്ക്, അത് DC അടക്കം. അപ്പോൾ അത് 5000 വരുന്നില്ല. ഒരു ബുക്കിന് 4100 വരുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ DC എൻ്റെ കൈമിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് എടുക്കില്ല. അവിടുന്ന് എടുക്കുള്ളൂ, വേറെ എവിടുന്ന് എടുക്കൂല. ആ ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അടിക്കും. അത്രയാണ് എനിക്ക് പ്രതീക്ഷ. നമുക്ക് ഒരു അടിക്കില്ല. ഞാൻ പറയാണ് ചേട്ടാ, ഇപ്പം തുടക്കത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഞാൻ അങ്ങനെ മദ്യപിക്കാൻ വേണ്ടിയിട്ട് പൈസ മാറ്റി വയ്ക്കാറില്ല. പൈസ പോകുന്നെങ്കിൽ അത് ഞാൻ ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തൊട്ട് വൈകിട്ട് ഒരു അധ്വാനിച്ച് അതിൻ്റെ പൈസ ഉണ്ടാക്കി ലോട്ടറി എടുക്കുക എന്നുള്ളത്. ഈ മദ്യപാനം അതെങ്ങനെ കാണുന്നത്? ഇപ്പം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഓരോ ദിവസവും, പ്രത്യേകിച്ച് ഇപ്പോൾ ഓണം വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഓണം ബമ്പറാണോ, അതുകൊണ്ട് നമുക്ക് ഓണം തന്നെ സംസാരിക്കും. ഇത്തവണയും റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ഉണ്ടായത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മദ്യത്തിന് വേണ്ടി മലയാളികൾ മാറ്റിവെക്കുന്ന തുക, ലോട്ടറിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയൊക്കെ അതിലിടയ്ക്ക് ഈ മദ്യം തന്നെ മദ്യം തന്നെ ഏറ്റവും വലിയ മോശം കാര്യമാണ്. എന്നുവെച്ചാൽ പണ്ട് കാലത്ത് വെച്ചാൽ എല്ലാവരും പണിയെടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഗ്ലാസ് കള്ളുടിക്കും. അത് തടിക്ക് ഒരു ക്ഷീണം പോകാൻ വേണ്ടി. ഇന്ന് മദ്യമല്ല. ഇന്നെന്ന് വെച്ചാൽ മദ്യ പോലത്തെ മദ്യമല്ല. ഇന്ന് വെച്ചാൽ ലഹരിയായി മാറി. മദ്യം എന്ന് വെച്ചാൽ തൊട്ട് കഴിഞ്ഞാൽ എല്ലാ നാശത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ മദ്യത്തിൽ എനിക്ക് എതിർപ്പാണ്. മദ്യം തന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇനിയിപ്പോൾ ഇതിൽ ഫസ്റ്റ് വീണാൽ ഒരാൾക്ക് ഞാൻ മദ്യം മുണിച്ച് കൊടുക്കില്ല. നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ ലോട്ടറി എന്ന് പറഞ്ഞാൽ കൈയും കാലും പിന്നെ ഒന്നും ഇല്ലാത്ത ആൾ ഈ ലോട്ടറി കൊണ്ട് ജീവിക്കുന്ന ആളുണ്ട്. ഇരക്കുന്നതിനെക്കാട്ടി കഷ്ടമാണ് ലോട്ടറി വിൽക്കുന്നവർ. അവർ ചില 5000 മുന്നില്ലെങ്കിൽ ആട്ടും പൂട്ടും എല്ലാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ലോട്ടറിയിൽ എത്രയോ ആൾ ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്ന നമ്മുടെ സർക്കാർക്കും ഒരു തുക കിട്ടുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും ലോട്ടറി ഇന്ന് വരെ എടുത്ത്. ഇനിയിപ്പോൾ അടുത്ത ബമ്പർ കണക്ക് എടുക്കാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ പ്രായം കൂടിക്കൊടുക്കുന്നില്ലേ. ഇനിയും ബമ്പറുകൾ എടുക്കണം, നമ്മൾ ഇനിയും ഭാഗ്യ പരീക്ഷണം നടത്തണമെന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 100 ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇത്തവണ 93 നിൽക്കുമ്പോൾ അത് വീണ്ടും 100 അടിക്കണം, ഒരു സെഞ്ചുറി തേക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കുറച്ച് ഇത് പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ 6500 നിൽക്കൂല. ഇത്തവണ പ്രകാശൻ ചേട്ടൻ ഒരു വലിയ നമ്പർ അടിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ എത്ര നാളായി ചേട്ടാ ഇങ്ങനെ ടിക്കറ്റുകൾ എടുക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി ഇങ്ങനെ ഭാഗ്യ പരീക്ഷണം നടത്താൻ തുടങ്ങിയിട്ട്? ടിക്കറ്റ് നമ്മൾ 10-20 കൊല്ലത്തിലുള്ള ടിക്കറ്റ് എടുക്കുന്നത്. പ്രകാശ് ചേട്ടൻ 20 കൊല്ലം ആകുമ്പോൾ എങ്ങനെയാണ് ഈ 20 കൊല്ലത്തിലെ ആദ്യത്തെ വർഷം നമുക്ക് ഒന്ന് പുറകിലോട്ട് പോവാം. നമുക്കൊന്ന് 20 കൊല്ലത്ത് പുറകിലോട്ട് പോവാം. ഇത് ആദ്യമായിട്ട് ലോട്ടറി എടുക്കാമെന്ന് തീരുമാനിക്കുന്നതിന് പിന്നിലുള്ള പ്രേരണ എന്താണ്? ലോട്ടറി തീരുമാനിക്കുന്ന വെച്ചാൽ എൻ്റെ അമ്മ ആദ്യം പറഞ്ഞു, മോനെ നീ കള്ളൊന്നും കുടിക്കാൻ പാടില്ല, ലോട്ടറി വേണമെങ്കിൽ അത്യാവശ്യം എടുത്തു, പക്ഷേ കൂടുതൽ ഓവർ മോനെ മദ്യം കഴിക്കാൻ പാടില്ല, മദ്യം കഴിക്കുന്നത് ഏറ്റവും മോശമാണ്, അതുകൊണ്ട് ലോട്ടറി എടുത്തോ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ലോട്ടറി ആണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് എൻ്റെ മകനൊരു ലോട്ടറി അടിച്ചു. എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുണ്ടെങ്കിൽ ഭയങ്കരമാണെന്ന് വെച്ചാൽ ഒഴുകിപ്പോകുന്ന പക്ഷിയും പിന്നെ പറന്നു പോകുന്ന പക്ഷിയും എല്ലാം നിന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. സാറിന് മനസ്സിലായിട്ടില്ല? ഒഴുകിപ്പോകുന്ന വെള്ളവും പറന്നു പോകുന്ന പക്ഷിയും നിന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. പക്ഷേ അമ്മക്ക് സുഖം കിട്ടിയില്ല.
അമ്മനെ ഞാൻ നോക്കിനി, പൊന്നുപോലെ നോക്കിനി. പക്ഷേ അമ്മരെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഒരു പ്രൈസും കൂടി കിട്ടിയാലേ എൻ്റെ ഒരു ആഗ്രഹം, പെങ്ങൾക്ക് ഒരു വീട് എടുത്ത് തുറക്കാൻ പറ്റും. എന്നാൽ എൻ്റെ അമ്മക്ക് ശാന്തി കിട്ടുമല്ലോ. വേണമെങ്കിൽ ഈ ലോട്ടറി അടിച്ചിട്ട് ഇല്ല കാറ് പണിക്കണം, ഹെൽമെറ്റ് വേണം, അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. 25 കോടി അടിച്ചാൽ ഞാൻ സൈക്കിളെ സഞ്ചരിക്കുള്ളൂ, നാടൻ പണി എടുക്കും. 25 കോടി അടിച്ചാൽ ഒരു 12 കോടിയേ കിട്ടുള്ളൂ. അതിൽ നല്ല പെങ്ങൾക്ക് നല്ല അടിപൊളി വീട് എടുത്ത് കൊടുക്കണം എൻ്റെ ആഗ്രഹം. എൻ്റെ വീട് അതേപോലെ മതി, വാതില്ലാത്ത വീട് മതി, എനിക്ക് അത്രയും ആഗ്രഹമില്ല. ഇല്ല പ്രകാശ് ചേട്ടൻ ഇപ്പോൾ പറയുമ്പോൾ ഇപ്പം അമ്മ പറഞ്ഞു മദ്യപിക്കരുത് അല്ലെങ്കിൽ മദ്യത്തിന് വേണ്ടി പൈസ ചിലവാക്കരുത് എന്ന് പറഞ്ഞു. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ് പ്രകാശൻ ചേട്ടാ, അപ്പോൾ അതേ വാക്കുകൾ ഇങ്ങനെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ മദ്യപാനത്തിനോടുള്ള ഒരു നിരോധനം നമ്മൾ ജീവിതകാലം മുഴുവൻ ഇതുവരെ പുലർത്തിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. അതായത് എൻ്റെ അച്ഛൻ മദ്യപാനം വന്നു, അത് അച്ഛനെ കുറേ അമ്മേനെ തല്ലലും പിന്നെ നിയന്ത്രിക്കില്ല. അപ്പോൾ അമ്മക്ക് മദ്യപാനം കഴിക്കുന്ന ആളെ ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചില എൻ്റെ അമ്മ പറഞ്ഞു, മോനെ തലയിൽ വെച്ച് കൈ വെച്ചിട്ടാണ് പറഞ്ഞു, മോനെ മദ്യം കഴിക്കാൻ പാടില്ല. ഇന്നും മദ്യം തൊട്ടിട്ടില്ല. അമ്മ മരിച്ചിട്ട് 3-4 കൊല്ലേ, ഇനി ഞാൻ മരിക്കുന്നവരെ മദ്യം കഴിക്കൂല. ഇനിയിപ്പോൾ ലോട്ടറി അടിച്ചില്ലെങ്കിൽ എനിക്ക് ടെൻഷനില്ല, ഭാഗ്യമില്ല. പറഞ്ഞു ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു പൈസ കിട്ടുന്ന ഒരു ആഗ്രഹമാണ്. വെച്ചാൽ ആളെല്ലാം കുറേ ആളെ കളിയാക്കുന്നു. അങ്ങനെ ഞാൻ പാർട്ടിൻ്റെ ആളാണ്, പക്ഷേ നമ്മളെ മുഖ്യമന്ത്രി നല്ല നല്ല കാര്യങ്ങളല്ലേ, അതിനിപ്പോൾ അയാളെ പറ്റി എന്തെല്ലാം കമൻറ്റ് ഇടുന്നത് അത് വിഷയമല്ല, അതെല്ലാം ഓരോ ഇതാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം ചില ആൾ പല കമൻറ്റ് ഇടും. ചില ആൾ അതിൻ്റെ മോനല്ലേ, ഓനെന്താ ഒരു ബാധ കൂട്ടിക്കൂടെ, അതെല്ലാം പറയും. അപ്പോൾ അതെല്ലാം ഒരു വാവാം. പക്ഷേ അതാ പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി നല്ല കാര്യം ചെയ്തിട്ട് ആൾ ഇതുവരെ അടിച്ചതിൽ ഏറ്റവും വലിയ തുക പറഞ്ഞിട്ട് മോനെ ലോട്ടറി അടിച്ചില്ലെങ്കിൽ ഇതുവരെ അടിച്ചതിൽ ഏറ്റവും വലിയ തുക ഏതാണ്? ഇതുവരെ അടിച്ചതൊരു 10,000 5,000 അങ്ങനെ കിട്ടില്ല. ഒരു സെയിം എടുക്കല്, സെയിം എടുത്ത ഒരു പ്രാവശ്യം 60 കിട്ടി, 60,000 രൂപ കിട്ടി. 60,000 രൂപയ്ക്ക് 30,000 രൂപയ്ക്ക് സെയിം എടുത്തിന്, അതിലും കിട്ടിയിട്ടില്ല. 60 ഒരു ഇത് അത് കിട്ടിയത് കുറേയായി. അത് 60 ലക്ഷം പോയിട്ടാണ് ഒരു ദിവസം 60 കിട്ടി, 60,000 കിട്ടി. അതിലത്തെ അർത്ഥം അതിലൊന്നുമില്ല. പക്ഷേ ഇതിലൊരു എന്തെങ്കിലും സെക്കൻഡ് ഒരു കോടി കിട്ടിയാലും മതി എൻ്റെ പ്രതീക്ഷ. 20 പേർക്കുണ്ട് ഒരു കോടി. ഇല്ലെങ്കിൽ ഞാൻ ആളെ മൂത്ത് നോക്കില്ല, അത്രയും ആ കണ്ടീഷനില്ല. എന്ന് വെച്ചാൽ ആള് കളിയാക്കി നിനക്ക് ഈ പ്രാവശ്യം 1 കോടിയെങ്കിലും അടിക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ ഒരിക്കലും അടിക്കില്ല, അവരങ്ങനെ നീങ്ങി. ഞാൻ ഈ ഭാഗ്യം കൊണ്ട് ആണെന്ന് അടിക്കും. ഞാൻ മരിക്കുന്നവരെ ആടുന്ന് എടുക്കുള്ളൂ. ചില ആളെ പാലക്കാട് പോയി എടുത്തോ, ഗുരുവായൂർ പോയി എടുത്തോ എല്ലാം പറഞ്ഞു. ഞാൻ ഒരിക്കൽ തിരുവനന്തപുരം ആടെല്ലാം പോയി എടുത്തിനി, പക്ഷേ അടിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ 100 ബമ്പർ എന്ന് വെച്ചാൽ അതിൽ 50 ബമ്പർ ഞാൻ പിന്നെ തിരുവനന്തപുരം പോയിട്ട് എടുത്തിനി. അവിടെ പോയി പൽപ്പനാഭ സ്വാമികൾക്ക് പോയി തോതു നടയിന്ന് ഒരു 50 ടിക്കറ്റ് എടുത്തി, എൻ്റെ അതിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ പഴയങ്ങാടി തമ്പുരാനെ നിർത്താൻ മതി, അവിടെ നിന്ന് ഞാൻ എടുക്കുള്ളൂ. ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്ന് സാറിന് പറയാമെന്ന് പറയാം. അല്ല അതെന്താ അങ്ങനെ ഒരു വാശി, പഴയങ്ങാടി അവിടെ നിന്ന് എടുക്കുള്ളൂ എന്നുള്ളത്? അല്ല ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ പല സൈറ്റിൽ നിന്ന് വരുന്നില്ല. നമ്മൾ കേരള സർക്കാരിന്റെ ഒരു സൈറ്റിൽ നിന്ന് വരുന്ന ലോട്ടറി അല്ലേ, ബാക്കി നമുക്ക് കാണുന്നടിക്കാം. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്ക് ചരിത്രം അങ്ങനെയല്ലോ, പാലക്കാടാണ് ഏറ്റവും കൂടുതൽ അടിച്ചത്. പാലക്കാട് ടിക്കറ്റിന് വേണ്ടിയുള്ള ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഭാഗ്യപരീക്ഷണം ആകുമ്പോൾ പലതും ഭാഗ്യത്തിന് അടിസ്ഥാനത്തിലല്ലേ പോകുന്നത്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഇല്ല എൻ്റെ മനസ്സെങ്ങനെ, ഞാനിപ്പം എൻ്റെ തമ്പുരാനെ എൻ്റെ വിശ്വാസം അങ്ങനെ ഒന്നും എൻ്റെ തൈലുണ്ട ബുക്കുണ്ട ബുക്ക് എടുക്കല്. 1 ബുക്ക് 2 ബുക്ക് 3 ബുക്ക് 4 ബുക്ക് 5 ബുക്ക് 6 ബുക്ക് 7 ബുക്ക് എല്ലാം കൂടി 93 ടിക്കറ്റ് ഉണ്ട്. ഒരു സാധാരണ അധ്വാനിക്കുന്ന വ്യക്തിയാണ് ഇത്രയും ടിക്കറ്റ് എടുത്തത്. എത്രയോ ലക്ഷങ്ങൾ ഞാൻ സർക്കാരിന് വേണ്ടിയിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ ലോട്ടറി എടുക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും 93 ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അല്ല ഒന്ന് സപ്പോസ് വിചാരിക്കുക പ്രകാശൻ ചേട്ടാ, ഞാനും പ്രാർത്ഥിക്കാം, പ്രകാശൻ ചേട്ടൻ ഒരു ബമ്പർ അടിക്കുകയാണ്, 25 കോടി അടിക്കാമെന്ന് വിചാരിച്ചു. 1 കോടി വേണ്ട, നമുക്ക് 25 തന്നെ നിർത്താം. നമുക്ക് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മാക്സിമം ആഗ്രഹിക്കാം. അത് കിട്ടിയെന്ന് വിചാരിച്ചോ, എന്തായിരിക്കും ചെയ്യാൻ പോകുന്ന പരിപാടികൾ? ഒരു 3 പദ്ധതികൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? പ്ലാനൊക്കെ ഉണ്ടെന്ന് അറിയാം. 25 കോടി അടിച്ചാലേ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തായിരിക്കും ഒന്ന് പറയാമോ? 25 കോടി അടിച്ചാലേ ഒരു 12.5 കോടി കിട്ടും അല്ലേ? 12.5 കോടി രൂപ കിട്ടും. ടാക്സ് എല്ലാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പറഞ്ഞു. 12 കോടി അത് ഞാൻ ബാങ്കിൽ ഇട്ടിട്ട് നമ്മളെ പെങ്ങൾക്കോട് ചോദിക്കും, എത്ര നല്ല വീട് എൻ്റെ മരുമക്കളുണ്ട്, പെങ്ങളും മരുമക്കളുണ്ട്, അവർക്ക് നല്ലൊരു വീട് അവർക്ക് എന്നാ കാഴ്ചപ്പെടാം, അവർക്ക് വീട് എടുത്തു. എനിക്ക് അങ്ങനത്തെ ഒരു കാഴ്ചയില്ല. എനിക്ക് കല്യാണം കഴിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. കാറ് പണിക്കണം, ബസ് നടക്കണം, അല്ല ബാറ് കയറി വെള്ളടിക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. കൊടുക്കണം അങ്ങനെ മദ്യം ഒരാൾക്കും ഞാൻ മേടിച്ചു കൊടുക്കില്ല. അപ്പോൾ കയ്യാത്താക്ക് ഞാൻ ലോട്ടറി വെക്കാത്ത കുറെ കയ്യാത്തുണ്ട്, അവരെ കുറച്ച് സഹായിക്കും, അത്രയും നന്ന കയ്യാത്താക്ക്. കല്യാണം കഴിച്ചിട്ടില്ല, ബാച്ചിലറാണ്. പിന്നെ അധികം പിന്നെ ഒരു നമ്പൂരിപ്പാടുണ്ട്, അവര് പണ്ട് ശാന്തി കഴിച്ചാണ്, അവര് 1-2 ആളുണ്ട്, അവരെ ഞാൻ സഹായിക്കലുണ്ട്. അവര് ബന്ധുക്കൾ പാലക്കാടാണ്. വേറെ വലിയ ഇതൊന്നുമില്ല. ഇല്ല കല്യാണം കഴിച്ചില്ല. ഞാൻ ബോംബെയിലെ സമയത്ത് ഞാൻ നാട്ടിൽ വന്നിനി. അപ്പോൾ
അധികം ആവാത്ത ഒരു പെണ്ണിനെ കണ്ടിനി. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ വെച്ച് എൻ്റെ ഒരു പെങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി വെച്ചു. ഞാൻ ബോംബെ പോയിട്ട് വരുമ്പോൾ അവളെ കഴിയുകയും ചെയ്തു. പിന്നെ ആ പെണ്ണിനെ വിചാരിച്ച് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആത്മാർത്ഥതാണല്ലോ. കേൾക്കുന്നില്ല. എന്തായാലും പ്രകാശ് ചേട്ടാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അമ്മ പറഞ്ഞ പോലെ തന്നെ പ്രകാശ് ചേട്ടാ ആ ജീവിതം തുടരുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാണ്, നമുക്ക് നമ്മുടെ മുന്നത്തെ ചരിത്രമൊക്കെ ഓർമ്മയുണ്ടല്ലോ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ ഓണം ബമ്പർ അടിച്ച അല്ലെങ്കിൽ ബമ്പർ അടിച്ച ആളുകളൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് അവർക്ക് സമാധാനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചേട്ടനെ അടിക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ നോക്കിയും കണ്ടുമൊക്കെ ചേട്ടൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പ്രകാശൻ ചേട്ടന് ബമ്പർ അടിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. 93 ടിക്കറ്റുകളാണ് പ്രേക്ഷകർ ഇത്തവണ പ്രകാശൻ ചേട്ടൻ്റെ കയ്യിൽ ഉള്ളത്. കഴിഞ്ഞ തവണ 100 ഉണ്ടായിരുന്നു. അത് 100 തയ്ക്കാനുള്ള മണിക്കൂറുകളുണ്ട്. ചേട്ടൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സന്തോഷം ചേട്ടാ, താങ്ക് യു സോ മച്ച് വന്നതിൽ സംസാരിച്ചതിൽ. കേൾക്കാവോ പ്രകാശൻ ചേട്ടന് കേൾക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും അത് തന്നെയാണ്. അപ്പം പ്രകാശൻ ചേട്ടനെ പോലെ എത്രയോ മലയാളികൾ അല്ലേ ഇതുപോലെ ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ടാവും. 93 എനിക്കറിയില്ല, എന്നാൽ പോലും ഒട്ടനവധി ടിക്കറ്റുകൾ എടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ലോട്ടറി വെബ്സൈറ്റിന് മുമ്പിലൊക്കെ കാത്തിരിക്കുന്ന മലയാളികളുണ്ട്. മലയാളികൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനത്തിലെ ആളുകളുമുണ്ട്. പക്ഷേ ആ ലോട്ടറി എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ച് ഒരു ബമ്പർ 25 കോടി എന്നൊരു വലിയ തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും 25 കോടി മാത്രമാണ് പറയുന്നതെങ്കിൽ പോലും 20 പേർക്ക് 1 കോടി വെച്ച് ഇത്തവണ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പം എന്തായാലും അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണം കൂടി മലയാളികളും മറ്റുള്ളവരും ഇന്ന് നടത്താനിരിക്കുന്നു. പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ തിരികെ വാർത്തകളിലേക്ക്. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിൽ വിമർശനവുമായി ഇന്ത്യ. 10 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെ ഇന്ത്യ അപലപിച്ചു. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി അധിനിവേശത്തിന് നടത്തിയ പ്രദേശങ്ങളിലെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതിന്റെ സ്വാഭാവിക പരിണതഫലമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളും വ്യക്തമാക്കി. നമ്മൾ ഇനി ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയാണ്. ഒരുക്കങ്ങൾ വിലയിരുത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സംസ്ഥാനം സന്ദർശിക്കുന്ന ദിവസവും കൂടിയാണെന്ന്. ഒരാഴ്ചയ്ക്കുള്ളിൽ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. രാകേഷ് വിശദാംശങ്ങളുമായി ചേരും. രാകേഷ്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നും നാളെയുമായിട്ട് തന്നെ വരുമെന്നുള്ളത് നേരത്തെ മനസ്സിലായിരുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. എന്നത്തേക്കായിരിക്കാം, പ്രത്യേകിച്ച് ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ, ഒരു 6-ാം തീയതിക്കുള്ളിൽ തന്നെ തീയതികൾ പ്രഖ്യാപിക്കാനൊരു സാധ്യത ഉണ്ടാവുന്നുണ്ടോ? അതെ ഹരി, അങ്ങനെ വേണം കരുതാൻ. കാരണം 3-4 ദിവസമുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കമ്മീഷൻ കടന്നേക്കും. കാരണം ബീഹാർ നിയമസഭയുടെ കാലാവധി നവംബർ 22-ന് അവസാനിക്കും. അതായത് ഇനി ബാക്കിയുള്ളത് 50 ദിവസത്തിൽ താഴെ മാത്രമാണ്. സ്വാഭാവികമായും ഇതിനിടയിൽ പ്രഖ്യാപനം നടത്തണം, വോട്ടെടുപ്പ് പൂർത്തീകരിക്കണം. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെല്ലാം തന്നെ 22-ന് മുമ്പ് നടത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല 243 സീറ്റാണ് ബീഹാറിലുള്ളത്. ഒറ്റഘട്ടമായി അവിടെ വോട്ടെടുപ്പ് നടക്കാറില്ല, 3 ഘട്ടമായാണ്. കഴിഞ്ഞ വർഷ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 3 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സമയം വളരെ കുറവാണ് കമ്മീഷന് മുമ്പുള്ളത്. മാത്രവുമല്ല 2020 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 25-ാം തീയതി കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ്. ഇനി ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ തന്നെ അവധി ദിവസങ്ങൾ വരുന്നുണ്ട്. ദീപാവലി വരാൻ പോകുന്നു, ചാത്ത് പൂജകൾ നടക്കാനിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ 2 ഉത്സവ തീയതികളൊക്കെ കൂടി പരിഗണിച്ച് വേണം ഈ തീയതികൾ പ്രഖ്യാപിക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് സ്വാഭാവികമായും കമ്മീഷൻ പട്നയിലെത്തും. അവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഒരുക്കങ്ങളൊക്കെ തന്നെ വിലയിരുത്തും. അതിനുശേഷം ഇന്നും നാളെയുമാണ് സന്ദർശനം. അതിനുശേഷം കമ്മീഷൻ മടങ്ങിയെത്തി ഉടൻ തന്നെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. കാരണം ഇതിനോടകം തന്നെ വോട്ടർ പട്ടികയൊക്കെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 47 ലക്ഷം വോട്ടർമാർ ആദ്യം ജൂൺ മാസത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ നിന്ന് ഏതാണ്ട് 47 ലക്ഷം പേരാണ് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യവും ബീഹാറിലുണ്ട്. ഏതായാലും മുന്നണികൾ, പ്രത്യേകിച്ച് BJPയും JDUവും നേതൃത്വം നൽകുന്ന NDA ഒക്കെ തന്നെ സീറ്റ് നിർണയ ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞു. മഹാസഖ്യം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നയിച്ച യാത്രയൊക്കെ വലിയ വിജയമായതിൻ്റെ ആത്മവിശ്വാസത്തിൽ അവിടെ ഭരണം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അവരും സീറ്റ് നിർണയ ചർച്ചകളിലേക്കൊക്കെ തന്നെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഏതായാലും ഇനി ബാക്കിയുള്ളത് കമ്മീഷന്റെ പ്രഖ്യാപനമാണ്. സ്വാഭാവികമായും അത്തരം പ്രഖ്യാപനം വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് സീറ്റ് നിർണയം സംബന്ധിച്ച്, സ്ഥാനാർത്ഥി സംബന്ധിച്ച് അന്തിമ പ്രഖ്യാപനങ്ങളിലേക്കും കടക്കുകയും ചെയ്യും. ഹരി.
അത് തന്നെയാണ് സാഹചര്യം. എന്തായാലും ബീഹാറിൽ കഴിഞ്ഞ 2020 3 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് നാളെയുമായിട്ട് കമ്മീഷൻ അവിടെ ഉണ്ടാകും. പാട്നയിൽ കൃത്യമായി തന്നെ അവർ യോഗം ചേരും. ദിവസം ഏതാണെന്നുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് തീയതി എന്നാണെന്നതും കൂടി അറിയിക്കുകയും ചെയ്യും. പിന്നീട് വരുന്ന അവധി ദിവസങ്ങളൊക്കെ തന്നെയാണ് രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവധി ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് കണക്കാക്കി തന്നെ ആയിരിക്കാം ഒരു തീയതിയിലേക്ക് അടുക്കുക എന്നത് വേണം മനസ്സിലാക്കാൻ. രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. TVK സ്ഥാപകൻ വിജയ് ഇന്ന് കരൂർ സന്ദർശിച്ചേക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ചെന്നൈയിൽ ചേർന്ന പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിലാണ് ഈ ഒരു തീരുമാനം. മുന്നൊരുക്കങ്ങൾ നടത്താൻ 20 അംഗങ്ങളെയും നിയോഗിക്കുകയും ചെയ്തു. സംസ്ഥാന നേതാക്കളായ മുസി ആനന്ദിന്റെയും നിർമ്മൽ കുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയതിനാൽ ഇവരുടെ ചുമതല പുതിയ അംഗങ്ങൾക്കാണ് നൽകിയത്. അതേസമയം കോടതിയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിജയെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി വേണം കണക്കാക്കാൻ. അങ്ങനെ സർക്കാർ വിജയുടെ അറസ്റ്റിലേക്ക് നീളുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും നാടകീയമായ സംഭവ വികാസങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ വിജയ് ഇന്ന് കരൂരിലേക്ക് എത്തുകയാണെങ്കിൽ എന്നത് വേണം മനസ്സിലാക്കാൻ. കാരണം ആ ഒരു 41 പേരുടെ ജീവനെടുത്ത ആ ഒരു സ്റ്റാമ്പേഡിന് ശേഷം വിജയ് കരൂരിലേക്ക് സന്ദർശിക്കുകയാണെങ്കിൽ വലിയൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് തന്നെ മാറാനൊരു സാധ്യതയുണ്ട് എന്നതും കൂടി വേണം കണക്കാക്കാൻ. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾ TVKയുടെ സംസ്ഥാന നേതാക്കളായ മുസി ആനന്ദിന്റെയും നിർമ്മൽ കുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. അപ്പോൾ അവരുടെ ചുമതല പുതിയ അംഗങ്ങളിലേക്കും കൂടി നൽകാനൊരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. 20 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നതും വേണം മനസ്സിലാക്കാൻ. എന്തായാലും പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് വിജയ് നീങ്ങുകയാണോ, കരൂർ സന്ദർശിക്കുകയാണെങ്കിൽ എന്തായിരിക്കും വിജയുടെ മനസ്സിലുള്ളത് തുടങ്ങിയ നിരവധി കാര്യങ്ങളൊക്കെ അറിയേണ്ടതും കൂടിയുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ സംസാര വിഷയമായ നമ്മൾ ചർച്ച ചെയ്ത വാർത്ത തന്നെയാണ് ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്തേക്കും. സ്വർണ്ണത്തിന്റെ തൂക്കം കുറഞ്ഞതിലും പീഠം കാണാതായതിലും വ്യക്തത തേടിയാണ് ചോദ്യം ചെയ്യൽ. ഇതിനു പുറമെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഴിഞ്ഞ 3 വർഷത്തെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളും രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിരുന്നു. ഇത് സംബന്ധിച്ചും അന്വേഷണം തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന വിലയിരുത്തലിലാണ് ദേവസ്വം വിജിലൻസ്. ശബരിമലയിലെ കൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നാണ് കണ്ടെത്തൽ. മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ കൊണ്ടെത്തിച്ച ലാലേട്ടൻ മോഹൻലാലിനെ ആദരിക്കുന്ന ദിവസവും കൂടിയാണിന്ന്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ആദ്യമായി ഒരു മലയാളി നടനെ കിട്ടിയ വർഷവും കൂടിയാണ് 2025. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽ സലാം പരിപാടി വൈകിട്ട് 5-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. TK രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ മോഹൻലാലിനുള്ള കലാസമർപ്പണമായ രാഗം മോഹനം അരങ്ങേറുകയും ചെയ്യും. നടന ചാതുരിക്ക് അർപ്പണമായി കഥകളി ആചാര്യൻ കലാമണ്ഡലം സുബ്രഹ്മണ്യൻ ആശാൻ തിരനോട്ടം അവതരിപ്പിക്കുകയും ചെയ്യും. പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ താരനിരയാണ് സംസ്ഥാനത്ത് ഒത്തുചേരാൻ പോകുന്നത് എന്നത് വേണം കണക്കാക്കാൻ. RSS പരിപാടിയിൽ ഗണഗീതം പാടി യാക്കോബായ സഭാ വൈദികൻ ഫാദർ പോൾ തോമസ് പീച്ചിയിൽ. കൂത്താട്ടുകുളം വടകര സെന്റ് ജോൺസ് യാക്കോബായ പള്ളി വികാരിയാണ് ഫാദർ പോൾ തോമസ് പീച്ചിയിൽ. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേവനമേറ്റും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഇലയും ഇതളും പൂവും മുട്ടും ഇറത്തെടുത്തർപ്പിച്ചീരാൻ തലകുമ്പിട്ടു വരും പൂങ്കൊമ്പുകൾ. ധനബിൽ സെനറ്റിൽ പാസ്സാക്കാനുള്ള റിപ്പബ്ലിക്കൻസിന്റെ ശ്രമം വീണ്ടും പാളിയതോടെ അമേരിക്കയിലെ അടച്ചുപൂട്ടൽ അനിശ്ചിതകാലത്തേക്ക് തുടരും. ആരോഗ്യമേഖലയിലെ സബ്സിഡികൾ ഈ വർഷത്തോടെ നിർത്താനുള്ള തീരുമാനത്തെ തുടർന്നാണ് ഡെമോക്രാറ്റ്സ് ധനബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. 7.5 ലക്ഷം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. അതേസമയം അടച്ചുപൂട്ടൽ നീളുന്നതിന്റെ ഭരണപ്രതിപക്ഷ അംഗങ്ങളും ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തു. വിവരങ്ങളുമായി അഭിലാഷ് തന്നെ ചേരുകയാണ്. അഭിലാഷ്, ഈ ഒരു രാഷ്ട്രീയ തർക്കം ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കം ഇങ്ങനെ തുടരുന്ന സാഹചര്യമുണ്ട്. 3-ാം ദിവസത്തിലേക്ക് ഷട്ട് ഡൗൺ നീളുകയാണ്. ഇനിയും തുടർന്നാൽ എന്തായിരിക്കും? സങ്കീർണമാവില്ലേ സാഹചര്യങ്ങൾ? ഹരി, ഇപ്പോൾ തന്നെ 7.5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. നാഷണൽ പാർക്ക്, മ്യൂസിയം, അതുപോലെ വിസ സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകളെല്ലാം അമേരിക്കയിൽ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസങ്ങൾ പിന്നിടുന്നു. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇനി എത്ര ദിവസത്തേക്ക് ഈ ഒരു അടച്ചുപൂട്ടൽ തുടരുമെന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ലാതെ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സെനറ്റിൽ ധനബില്ല്, കാരണം എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിന് മുമ്പ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ധനബിൽ
ബില്ല് പാസ്സാക്കുന്നതാണ് അമേരിക്കയിലെ രീതി. അവിടെ ഇത്തവണ ഒക്ടോബർ 1 മുമ്പ് അത് പാസ്സാക്കാനായില്ല. മൊത്തത്തിൽ 60 വോട്ടാണ് സെനറ്റിൽ ഒരു ബില്ല് പാസ്സാകാൻ ആവശ്യമുള്ളത്. അതിൽ 53 വോട്ടുകൾ റിപ്പബ്ലിക്കൻസിനുണ്ട്. ബാക്കിയുള്ള വോട്ടുകളാണ് ഡെമോക്രാറ്റ്സിന്റെ 7 വോട്ടുകൾ കൂടി ആവശ്യമാണ് ഏതൊരു ബില്ലും പാസ്സാവാൻ. പക്ഷേ ഇത്തവണ ഈ ഒരു ധനബില്ല് പാസ്സാക്കാനുള്ള ഒരു വോട്ട് പോലും ഡെമോക്രാറ്റ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് 53 വോട്ടുകൾ നേടി ആ ബില്ല് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും അടഞ്ഞുകിടക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല. അതിൽ ഒരു ഭൂരിപക്ഷം പേർക്കും ഒരുപക്ഷെ ജോലി തന്നെ നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത്. പ്രധാനപ്പെട്ട മേഖലകളെല്ലാം അടഞ്ഞുകിടക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഡെമോക്രാറ്റ്സും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻസും ഒരുപോലെ തങ്ങളുടെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസ സബ്സിഡികൾ മുടങ്ങുന്നു. അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടി പല കാര്യങ്ങളും ജീവിക്കുന്ന ആളുകൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അവശ്യ സേവനങ്ങൾ ഒഴിച്ച്, അത്യാവശ്യ സേവനങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നും അമേരിക്കയിൽ പ്രവർത്തിക്കുന്നില്ല. വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചാൽ അമേരിക്ക ഷട്ട് ഡൗൺ ആണ് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഫോണിലൂടെ ലഭിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത്. ഇതിൽ എത്ര ദിവസം ഈ ഒരു അടച്ചുപൂട്ടൽ നീളും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇത് ആദ്യമായല്ല അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിവരം. 2018 ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ഇതുപോലെ 35 ദിവസത്തോളം അമേരിക്ക അടഞ്ഞുകിടന്ന ഒരു സാഹചര്യമുണ്ട്. 1981 മുതൽ ഇത് 15ാം തവണയാണ് അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് 1980 മുതൽ 15ാം തവണയാണ് അമേരിക്ക ഇങ്ങനെ ഒരു അടച്ചുപൂട്ടലിലേക്ക് നീളുന്നത്. എന്തായാലും അമേരിക്കയിൽ നിന്നിപ്പോൾ സജിമോൻ ആന്റണിയും കൂടി ചേരുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ഇങ്ങനൊരു ഇങ്ങനൊരു അടച്ചുപൂട്ടൽ ഇങ്ങനെ നീളുമ്പോഴേക്കും പ്രധാനപ്പെട്ട പല ഇങ്ങനെ നീളുകയാണ്. 3ാം ദിവസത്തിലേക്ക് ഷട്ട് ഡൗൺ പോകുന്നു. വൈറ്റ് ഹൗസിലേക്ക് വിളിക്കുമ്പോഴേക്കും അമേരിക്ക ഷട്ട് ഡൗണിലാണെന്ന് അറിയിക്കുന്നു. ശമ്പളം കിട്ടാതിരിക്കുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടാവുന്നു. ഇത് കൂടുതൽ സങ്കീർണമാവുകയല്ലേ കാര്യങ്ങൾ? തീർച്ചയായിട്ടും. ആര് കണ്ണു ചിമ്മും? ഡെമോക്രാറ്റ് കണ്ണു ചിമ്മുമോ അതോ റിപ്പബ്ലിക്കൻ കണ്ണു ചിമ്മുമോ? അമേരിക്കൻ ജനത ഒന്നടങ്കം കഴിഞ്ഞ 3 ദിവസമായിട്ട് ആ ഒരു നോട്ടത്തിലായിരുന്നു. എന്നാൽ ആ 3ാം ദിവസവും രണ്ടുപേരും കണ്ണു ചിമ്മിയില്ല, ബ്ലിങ്ക് ചെയ്തിട്ടില്ല. അത് 4ാം ദിവസത്തേക്ക് കടക്കുകയാണ്. നിങ്ങൾ അവിനാശ് പറഞ്ഞു പോണക്ക് തന്നെ ഏകദേശം 7.5 ലക്ഷം ആൾക്കാരാണ് ഫർലു മീൻസ് എന്താ പറഞ്ഞ നിർബന്ധിതമായിട്ട് അവധിയെടുക്കാനായിട്ട് ഈ വർഷത്തിൽ നിർബന്ധിതരായിരിക്കുന്നത്. അത് അമേരിക്കയിലുള്ള പാർക്ക് സേവകള്, മ്യൂസിയംസിന്റെ സേവകള്, വിസ ഓഫീസുകള്, ട്രാവൽ ഓഫീസുകള്, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ അത്യാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള സെക്യൂരിറ്റി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള അവശ്യ സേവനങ്ങളെ ഇത് ബാധിക്കുന്നതല്ല. ഏകദേശം 7.5 ലക്ഷത്തോളം അമേരിക്കൻ വർക്കേഴ്സിനാണ് ഇത് ഡയറക്റ്റ് ബാധിക്കുന്നത്. ഒരു പരിധി വരെ അമേരിക്കയിലെ ഇക്കണോമിയും ഇത് ബാധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ അതിന് വിപരീതമായിട്ട് ഇന്ന് ഡൗ ജോൺസ് മാർക്കറ്റൊക്കെ 200-260 പോയിന്റ് മേളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഏതായാലും 15 തവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ 6 തവണയും ഇങ്ങനെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ സങ്കീർണമായിട്ട് പോലും മാർക്കറ്റ് അതിനെ ഓപ്പോസിറ്റ് ആയി റിയാക്ട് ചെയ്തിരിക്കുന്നത് എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും നോക്കി കാണേണ്ടത് കഴിഞ്ഞ തവണത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തന്നെ ഒരു ഹിസ്റ്ററി ഇട്ടിട്ടുണ്ട്. 35 ദിവസം 2018 അടഞ്ഞു കിടന്നിരുന്നു. ആ 35 അതുപോലെ ഇത് വലിഞ്ഞു പോകുമോ അതോ 2-3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം ഓൾറെഡി കഴിഞ്ഞു, ഇനി 5ഉം 6ഉം 4ഉം 5ഉം 6ഉം എന്നൊക്കെ പറഞ്ഞ് ശനി ഞായറുമാണ്. ഏതായാലും സെനറ്റിന്റെ കോൺഗ്രസിലും അവിടെ ഒരു വോട്ടെടുപ്പ് കാര്യങ്ങൾ നടക്കുന്നില്ല, അവധിയിലാണ്. ഇനി എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് മൺഡേയോ ട്യൂസ്ഡേയോ ആയിരിക്കും. അപ്പം ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഉറപ്പായി 5-6 ദിവസം കൊണ്ട് തീരുന്ന ഒരു കേസായിട്ട് മാറുമോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു പ്രവണത കണ്ടിട്ട് 2 പാർട്ടിയും വിട്ടുകൊടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം ഇവിടെ ഒരു കാതലായ വ്യത്യാസം എന്ന് പറയുന്നത് 17 മില്യൺസിന്റെ മെഡിക്കെയ്ഡ് സബ്സിഡികൾ ക്യാൻസൽ ആവുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനകത്ത്. അപ്പം അതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഡെമോക്രാറ്റുകളുടെ ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഒക്ടോബർ 1 ഒബാമ കെയർ ഡെമോക്രാറ്റുകളുടെയും അമേരിക്കയിലുള്ള ഒരു മജോറിറ്റി ആൾക്കാരും നെഞ്ചിലേറ്റിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ഒബാമ കെയർ എന്ന് പറയുന്നത്. ആ ഹെൽത്ത് കെയറിനുള്ള സബ്സിഡിയും 1-ാം തീയതി തൊട്ട് ഫ്രീസ് ആവുകയാണ്. അപ്പൊ അതിനകത്ത് പുതിയ ബജറ്റിനകത്ത് അത് എക്സ്റ്റൻഷൻ വന്നിട്ടില്ല എങ്കിൽ ടെക്നിക്കലി ആ ഒബാമ കെയർ ഡെഡായി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റുകൾ ഇതിനെ വളരെയധികം ഒരു പ്രസ്റ്റീജായിട്ട് കണ്ടുകൊണ്ടാണ് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല ഈ ഒരു കാര്യത്തിൽ എന്നുള്ള രീതിയിൽ പോകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് അതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയും ഉണ്ട്. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെ കാണുന്നത്
ഇത് ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിന്റെ ഹെൽത്ത് കെയർ ആണ് എന്നുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത് അലോ ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെ പറഞ്ഞു പോകണമെങ്കിൽ തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറിയാൻ കഴിഞ്ഞത് ലക്ഷക്കണക്കിന് ആൾക്കാരെ പിരിച്ചുവിടാനുള്ള ഒരു പദ്ധതിയും കൂടെ അവർ സൈഡ് ബൈ സൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഈ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കട്ടിങ്, ഗവൺമെന്റിന്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളത് ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെയായിരുന്നു. അപ്പം ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിക്കൊണ്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിട്ട് അങ്ങനെ ഒരു പോസിബിലിറ്റിയിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ലക്ഷക്കണക്കിന് അമേരിക്കയിൽ ഉള്ള ആൾക്കാരുടെ ജോലി പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അങ്ങനെ ഒരു തീയതികളൊക്കെ തന്നെ അവധി ശനി ഞായറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വീണ്ടും നീളാനുള്ള സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ഒക്ടോബർ 1 മുതൽ ഈ മേഖലകൾ, അവശ്യ മേഖലകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ മേഖലകളും സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. സജിമോൻ ആന്റണിയുടെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ഈ രണ്ട് പാർട്ടികളും കണ്ട് ചിമ്മുന്നില്ല എന്നത് വേണം കണക്കാക്കാൻ. അപ്പോൾ ആ ഒരു സാഹചര്യം ഇത് വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നത് വേണം തന്നെ പറയാൻ. ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇതിന് വേഗം ഒരു തീർപ്പുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. എന്തായാലും അഭിലാഷാണ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്നും വിവരങ്ങൾ നൽകുകയും ചെയ്തു. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അതിൽ ആദ്യം തന്നെ ന്യൂസ് 18ന്റെ ടെക് ഓപ്പറേഷൻസ് വിഭാഗം എഞ്ചിനീയറായ മനീഷ് കൃഷ്ണന്റെ ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ പ്രജല, മകൻ ജേഡനാണ്. മനീഷേട്ടൻ ടെക്നിക്കലിലെ പുലിയാണ്. അപ്പോൾ മനീഷേട്ട നമ്മുടെ ഈ വക ന്യൂസ് 18 എൻ്റെ ടീം വക ഹാപ്പി ബർത്ത്ഡേ. ഭാര്യ പ്രജല ചേച്ചി ഡെസ്കിലാണ്. പ്രജല ചേച്ചി ഡെസ്ക് ചീഫൊക്കെയാണ്. പ്രജല ചേച്ചി അതിനേക്കാൾ വലിയ പുലിയാണ്. അപ്പോൾ അങ്ങനെ മനീഷേട്ട ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ചെലവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൃശൂർ പേരമംഗലം സ്വദേശികളായ സുകേഷിന്റെയും ആര്യ സുകേഷിന്റെയും മകളായ ദുബയുടെ 4ാം പിറന്നാൾ ആണെന്ന് ആശംസകൾ നേരുന്നത് അച്ഛനും അമ്മയും അച്ചാച്ചനും അച്ഛമ്മയും പാപ്പനും പിന്നെ ചേച്ചി ധ്വനിയുമാണ്. കുടുംബം ഒട്ടാകെ തന്നെ ദുബയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ദുവ ന്യൂസ് 18ന്റെ ഭാഗത്ത് നിന്ന്. എറണാകുളം എളങ്കുന്നപ്പുഴയിലെ മിലുവിന്റെ 16ാം പിറന്നാളാണെന്ന് ആശംസകളുമായി അച്ഛൻ ജോയ്സ് ജോർജ്, അമ്മ ജിൻസി എന്നിവരാണ് ആശംസകൾ അറിയിക്കുന്നത്. ഒപ്പം ന്യൂസ് 18നും ആശംസകൾ അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മിലു. ഇങ്ങനെ സമാധാനം, ഭാഗ്യം ഇതെല്ലാം വളരെയധികം നിന്ന ഒരു രാവിലെ കൂടിയാണെന്ന്. അതോടൊപ്പം തന്നെ ഈ അമേരിക്കയിലെ ഷട്ട്ഡൗൺ അതൊരു സങ്കീർണമായ സാഹചര്യം. അങ്ങനെ നീളുന്ന ഒരു രാവിലെ ആയിരുന്നു ഇന്നെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്തായാലും മലയാളികൾ ഉറ്റുനോക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെയാണ്. ആ ഒരു ഓണം ബമ്പർ കൈകളിലേക്ക് അടിക്കുമോ എന്നൊരു വലിയ പ്രത്യാശ, ഒരു വലിയൊരു ആശ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട് എന്നത് വേണം കണക്കാക്കാൻ. എന്തായാലും ഇന്നത്തെ രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയിലേക്കാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം.